ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട ഗവേഷക സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ ഭാഗമായി നടത്തിവരുന്ന ഗവേഷണ പ്രഭാഷണ പരമ്പരയുടെ 4ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. SFI മലയാള സർവകലാശാല യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ ഗവേഷണ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിട്ടുള്ളത്. ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് പ്രൊഫസർ KM അനിൽ മാഷാണ്. മാഷ് എഴുത്തച്ഛൻ പഠന സ്കൂളിന്റെ ഡയറക്ടറും കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യവും പ്രഭാഷണ മേഖലയിലൊക്കെ സജീവ സാന്നിധ്യം കൂടിയായിട്ടുള്ള അധ്യാപകനാണ്. അക്കാദമിക മേഖലയിലെ മാഷിന്റെ വലിയ ജാഗ്രതയും ശ്രദ്ധയും ആ നിലയിൽ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രചോദനവും ഗുണകരവുമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മാഷിന്റെ സാന്നിധ്യം വലിയ സന്തോഷം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂള് അതിൻ്റെ തുടക്കഘട്ടങ്ങളിൽ മാഷിന്റെ ഗവേഷണ സംബന്ധമായിട്ടുള്ളൊരു പ്രഭാഷണം കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് അന്തർവൈജ്ഞാനികതയും സമകാലിക ഗവേഷണവും എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി സന്നിഹിതനായിരിക്കുന്ന ആദരണീയനായ KM അനിൽ മാഷിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ മാഷിന്റെ ടോക്ക് കേൾക്കുന്നതിന് വേണ്ടി ഗവേഷകരും അധ്യാപകരും സന്നിഹിതരാണ്. വലിയ സന്തോഷം. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യവും ഈ സമയത്തുള്ള ചെറിയ അസൗകര്യമൊക്കെ അറിയിച്ചവരുണ്ട്. അവർക്ക് വേണ്ടി മാഷിന്റെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ധീരജ് പഠന സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവർക്ക് അതിന്റെ ലിങ്ക് എത്തിക്കുന്നതാണ്. ഇപ്പോഴും പിന്നീട് ഏത് സമയങ്ങളിലും മാഷിന്റെ പ്രഭാഷണം കേൾക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫോളോ അപ്പ് ക്രമീകരണവും നടത്തുന്നുണ്ട്. അതിൽ ഈ സമയത്ത് ക്ലാസ് മിസ്സാവുന്നവർക്ക് ആ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല. വലിയ സന്തോഷത്തിൽ ആദരവോടെ അനിൽ മാഷിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയിൽ ആരംഭിച്ചിരിക്കുന്ന ധീരജ് രാജേന്ദ്രൻ സ്മാരക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭം ഈ സർവകലാശാലയിലെ ഗവേഷകർ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പരിഗണിച്ചാൽ സർവകലാശാലയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു പുതിയ ബാച്ച് വിദ്യാർത്ഥികൾ ഗവേഷണത്തിനായിട്ട് പ്രവേശനം നേടിയിട്ടുണ്ട്. മുഖ്യമായും ആ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഒരു സൈദ്ധാന്തികമായ ഒരു അവതരണം എന്നതിനേക്കാൾ ഗവേഷണ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിദ്യാർത്ഥിയായും അധ്യാപകനായും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് പ്രധാനമായും ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത് അന്തർവൈജ്ഞാനികത എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തെക്കുറിച്ചാണ്. ഏതാണ്ട് നമ്മുടെ കുട്ടികളെല്ലാം
ഇന്ന് ഗവേഷണ വിഷയം തിരഞ്ഞെടുത്ത് അതുമായി അവരുടെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവരെത്തിച്ചേരുന്ന ഒരു സമീപനമാണ് അന്തർവൈജ്ഞാനികത എന്ന് പറയുന്നത്. അതല്ലാതെ അത് പ്രത്യേകമായി പഠിച്ചെടുക്കേണ്ട ഒരു സങ്കല്പനമല്ല. പ്രായോഗികമായി നമ്മൾ ചെന്നെത്തുന്ന ഒരു മേഖലയാണ് അന്തർവൈജ്ഞാനികത എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഈ 3 വാക്കുകൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ഇന്റർ ഡിസിപ്ലിനാരിറ്റിയാണ്, മറ്റൊന്ന് മൾട്ടി ഡിസിപ്ലിനാരിറ്റിയാണ്, വേറെ ഒന്ന് ട്രാൻസ് ഡിസിപ്ലിനാരിറ്റിയാണ്. 3 സങ്കല്പങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അതിൽ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് ഒരു ഗവേഷണ പ്രശ്നം പരിഹരിക്കാൻ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള സമീപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിഗമനങ്ങൾ രൂപപ്പെടുത്തുകയും അവയെല്ലാം പരിഗണിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അത് നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ അതിൽ പല ഗവേഷണ പദ്ധതികൾക്കും അല്ലെങ്കിൽ ഗവേഷണ സമീപനങ്ങൾക്കും ഇടപെടാൻ കഴിയും. ഉദാഹരണമായി അതിനകത്ത് പരിസ്ഥിതി പഠനം നിർവഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചില നിഗമനങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. അതുപോലെ നമ്മുടെ ഈ സമുദ്രവിജ്ഞാനം, ഓഷ്യനോഗ്രാഫി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനത്തിൽ ചില മൗലികമായ സംഭാവനകൾ, ആ വ്യതിയാനത്തെക്കുറിച്ചുള്ള പഠനത്തിന് മൗലികമായ ചില സംഭാവനകൾ നൽകാൻ കഴിയും. കാർഷിക മേഖലയിൽ അഗ്രികൾച്ചറൽ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ഗവേഷകർക്കും തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിഗമനങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. സോഷ്യോളജി പഠിക്കുന്നവർക്കും കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള ഗവേഷണം നിർവഹിക്കാവുന്നതാണ്. സാധാരണ നിലയിൽ പറഞ്ഞാൽ ഈ സോഷ്യോളജിയുടെ രീതിശാസ്ത്രവും ഓഷ്യനോഗ്രാഫിയുടെ രീതിശാസ്ത്രവും അഗ്രികൾച്ചറിന്റെ രീതിശാസ്ത്രവും ഈ പറഞ്ഞ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന പരിസ്ഥിതി വിജ്ഞാനം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രീതിശാസ്ത്രവും ഒക്കെ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഈ ഒരു പൊതുവിഷയത്തിലേക്ക് സംഭാവന നൽകാൻ കഴിയും. അതെല്ലാം കൂടി ചേരുമ്പോഴാണ്, അവയുടെ എല്ലാറ്റിൻ്റെയും കൂടി അവയെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നില്ല, പക്ഷെ അവയെല്ലാം ചേർത്ത് വെക്കുക, അതിൻ്റെ ഒരു സഹസ്ഥിതി, ആ സഹസ്ഥിതിയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പോളിസി മേക്കിങ്ങിലൊക്കെ, നമ്മുടെ നയരൂപീകരണത്തിൽ, പ്രത്യേകിച്ചും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഈ നിഗമനങ്ങളെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും അവർ പോളിസികൾ ഉണ്ടാക്കുക. അവിടെയാണ് ഈ മൾട്ടി ഡിസിപ്ലിനാരിറ്റി വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ ഈ ബഹുവൈജ്ഞാനികത, അന്തർവൈജ്ഞാനികതയ്ക്ക് പകരം ബഹുവൈജ്ഞാനികത എന്നത് ഈ പോളിസി മേക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രമാണ്. അത് നമ്മുടെ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട അന്തർവൈജ്ഞാനികതയെക്കുറിച്ചാണ്. അത്തരം മേഖലകളിൽ ഇപ്പം നമ്മൾ പറയുന്ന പ്യുവർ അക്കാഡമിക് ആയിട്ട് നമ്മൾ നിർവഹിക്കുന്ന പഠനങ്ങളിൽ മൾട്ടി ഡിസിപ്ലിനാരിറ്റി അല്ലെങ്കിൽ ബഹുവൈജ്ഞാനികതയ്ക്ക് വലിയ ഒരു സ്ഥാനമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിന് വലിയൊരു സ്ഥാനം ഈ പ്യുവർ അക്കാഡമിക് ഗവേഷണം അല്ലെങ്കിൽ ശുദ്ധമായ അക്കാദമിക ഗവേഷണത്തിനകത്ത്, പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസിനും അകത്ത് ഈ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നതിന് വലിയൊരു പ്രയോഗ സാധ്യത വാസ്തവത്തിലില്ല.
കാരണം അത് ഈ സ്റ്റേറ്റ് പോളിസി മേക്കിങ്ങിലും മറ്റുമാണ് ഏറ്റവും അധികം അതിൻ്റെ പ്രയോഗമുള്ളത് എന്ന് സാമാന്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഗവേഷണ രീതിയാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ്, അതിൻ്റെ നിർവഹണ ഘട്ടത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റൊന്ന് ട്രാൻസ് ഡിസിപ്ലിനാരിറ്റിയാണ്. അതായത് ഈ വിഷയങ്ങളുടെ വിഭജനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഗവേഷണമാണ്. അവിടെയും അത് കുറച്ചും കൂടി നമ്മൾ സാധാരണ പറയുന്ന ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന ഗവേഷണത്തെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഷ സ്വീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എഴുത്ത്, ഏറ്റവും വലിയ പരാതിയുള്ള ഒരു കാര്യം അതാണ്. കുട്ടികളുടെ എഴുത്തിൻ്റെ ശീലം വളരെ പരിമിതമാണെന്നോ അല്ലെങ്കിൽ അത് വളരെ പരിതാപകരമാണെന്നോ ഒക്കെ പറയാറ്. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ആക്ഷൻ റിസർച്ച് ആയിട്ട് ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പഠിച്ച് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന മട്ടിൽ വേണമെങ്കിൽ ഒരു ഗവേഷണം നിർവഹിക്കാം, നമ്മുടെ ഏതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമുക്കൊരു സർവേ മെത്തേഡിലൂടെ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരുടെ എഴുത്തിന്റെ പരിമിതികള് അടയാളപ്പെടുത്തി അവർ വരുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ കുറെ ഘടകങ്ങൾ, അതായത് സോഷ്യോളജിക്കലായ, ലിംഗ്വിസ്റ്റിക്കായ, ഒക്കെ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗവേഷണം നിർവഹിക്കുക. അപ്പോൾ ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ഘടകങ്ങളെ ഒരുപക്ഷെ നമുക്ക് അതിനകത്ത് പരിഗണിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഓരോ ഡിസിപ്ലിനറി മെത്തേഡിനെ പറ്റി നമ്മൾ അത് വളരെ പെർട്ടിക്കുലർ അല്ല. ഒരു അക്കാദമിക ഗവേഷണത്തിൽ നമ്മൾ പലപ്പോഴും സൂക്ഷിക്കുന്നത് പോലെയുള്ള മെത്തഡോളജിക്കൽ റിഗർ, അതിൻ്റെ സൂക്ഷ്മത നമ്മൾ അങ്ങനെ പാലിക്കണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം പരിഹരിക്കലാണ് ലക്ഷ്യം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ഡിസിപ്ലിനിന്റെയും സഹായം തേടും. അങ്ങനെ നമ്മൾ ഡിസിപ്ലിനുകളുടെ ഈ അതിര് പറയുമ്പോൾ ഒന്നും പരിഗണിക്കാതെ ആ പ്രശ്ന പരിഹാരത്തിന് ഊന്നൽ നൽകുന്ന മട്ടിലുള്ള ഗവേഷണത്തെയാണ് ട്രാൻസ് ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് പലപ്പോഴും പ്രശ്നം പരിഹരിക്കാൻ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ വരൾച്ച അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദാരിദ്ര്യം അല്ലെങ്കിൽ നിരക്ഷരത, ഇങ്ങനെയുള്ള നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും ട്രാൻസ് ഡിസിപ്ലിനാരിറ്റി നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും നമ്മുടെ അക്കാദമിക ഗവേഷണത്തിൽ, പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ നമ്മളുടെ പ്യുവർ അക്കാഡമിക് റിസർച്ചിനകത്ത് വലിയ സ്വാധീനം ചെലുത്താത്ത 2 സമീപനങ്ങളാണ് ഈ ബഹുവൈജ്ഞാനികതയും ഈ ട്രാൻസ് അതിവൈജ്ഞാനികത എന്നോ എന്തേലും പറയാം, ആ അർത്ഥത്തിലുള്ള ഈ ട്രാൻസ് ഡിസിപ്ലിനാരിറ്റി. ഈ 2 സങ്കല്പങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ശുദ്ധമായ അക്കാദമിക ഗവേഷണത്തിൽ, അത്ര ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്, നമ്മൾ ഈ 5 കൊല്ലം കൊണ്ടൊക്കെ നിർവഹിക്കുന്ന നമ്മളെ പോലുള്ള ആളുകളുടെ ഈ ഗവേഷണത്തിൽ വലിയ സ്വാധീനം ചെലുത്താത്ത 2 സമീപനങ്ങളാണ് അത്. നമ്മൾ പൊതുവെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ അത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഗവേഷണം, പ്രത്യേകിച്ച് സംസ്കാര പഠനം പോലുള്ള മേഖലകളിൽ നിങ്ങൾ നിർവഹിക്കുന്ന ഗവേഷണങ്ങൾ തീർച്ചയായും അന്തർവൈജ്ഞാനികമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് മറ്റ് 2 സങ്കല്പനങ്ങളെ ഞാൻ അങ്ങ് മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാറ്റിവെക്കാൻ വേണ്ടി രാമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നെ ഉദ്ദേശിക്കുന്നു. ഇനി ഇതിനകത്ത് ഈ ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന വാക്ക് വിശദീകരിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും നമുക്ക് എന്താണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, വിഷയം എന്ന് നമ്മൾ പറയുന്ന ആ സങ്കല്പം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, അതിനെന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അല്പമൊന്ന് വിശദീകരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അതില് ഈ വിഷയങ്ങൾ, നമ്മൾ ഇന്ന് പറയുന്ന വിഷയം, ഇപ്പൊ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലായാലും അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും കുറെ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഇന്ന് വിഷയങ്ങളുടെ പേരിലൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും
ഇപ്പൊ ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട തരത്തിലുള്ള വിഷയങ്ങൾ. ഇപ്പൊ ചരിത്രം, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, അങ്ങനെ ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെ കൃത്യം വിഭജിക്കപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ആ ഒരു പ്രവണത. അപ്പൊ നമ്മൾ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയെ പറ്റിയൊക്കെ ഗവേഷണത്തിൽ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ഇപ്പോഴും പിന്തുടരുന്ന ഡിസിപ്ലിനാരിറ്റി തന്നെയാണ്. അത് വളരെ അതിന്റെ ചില ക്രൈസിസുകളും നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അത് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിപ്പോൾ മലയാള യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ തുടങ്ങിയ പല ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ വികസന പഠനം, അപ്പൊ ഇവിടുത്തെ ഇത് ഈ തദ്ദേശ വികസന പഠനം ഇതാണ്. അപ്പൊ അത് എക്കണോമിക്സ് ആണോ, അതിലെ സോഷ്യോളജി, അതിലെ പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ ആന്ത്രപ്പോളജി, ഇതിനൊക്കെ ശരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സങ്കല്പനത്തിന്റെ പുറകിൽ. അതുപോലെ സംസ്കാര പൈതൃക പഠനം എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രം എങ്ങനെയാണ് അതിന്റെ ഈ സംസ്കാര പൈതൃകം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലോ അല്ലെങ്കിൽ ചരിത്രത്തിലോ അല്ലെങ്കിൽ വേറെ കലാപഠനത്തിലും എവിടെ വേണമെങ്കിലും കൊണ്ടുവരാവുന്ന വളരെ വിപുലമായ സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അത്. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഏറ്റവും അവസാനം ഉണ്ടായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നെന്നുള്ള നിലയ്ക്ക് ഈ പുതിയ പ്രവണതകളെ കുറച്ചൊക്കെ സ്വാംശീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരിൽ തന്നെ ഒരുതരം ഇന്റർ ഡിസിപ്ലിനാരിറ്റി സ്വഭാവം ഉണ്ട് എന്ന് നിങ്ങൾ ആ മേഖലയിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ നമ്മളെ പൊതുവിൽ നമ്മുടെ സർവകലാശാലകൾ, പ്രത്യേകിച്ചും മുമ്പൊക്കെ രൂപപ്പെട്ട സർവകലാശാലകളിൽ ആദ്യകാലത്തുള്ള പഠന വിഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായ ഡിസിപ്ലിനറി ബൗണ്ടറി സൂക്ഷിക്കുന്ന, ഈ വിഷയത്തിൻ്റെതായിട്ടുള്ള ഒരു അതിർത്തി വളരെ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. ഈ വിഷയങ്ങൾ രൂപപ്പെട്ടു വരുക എന്ന് പറയുമ്പോൾ ഞാനതിന്റെ ചരിത്രമൊക്കെ പറയാൻ വളരെ വിപുലമായ ചരിത്രം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു പഴയ കാലത്തെ, പ്രത്യേകിച്ച് സംസ്കൃതത്തിലാണ് ഈ ഇവിടുത്തെ ഈ വൈജ്ഞാനികതയൊക്കെ ഒരു കാലത്ത് നിലനിന്നിരുന്നത് നമുക്കറിയാം. അപ്പൊ സംസ്കൃതത്തില് അവര് ഈ ഡിവിഷൻസ് ഉണ്ടാക്കിയിരുന്നു. അത് അറിവുകളെ നമ്മൾ പലതായിട്ട് വിഭജിച്ചിരുന്നു. അതിലൊന്ന് നമ്മൾ പറയുന്ന ഈ തത്വചിന്തയാണ്. അപ്പൊ ഇവിടുത്തെ ഈ വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള സാങ്ക്യം, വൈശേഷികം, ന്യായം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്ന, അതിനെ നമ്മള് ഒരു ഫിലോസഫിയുടെ ഒരു സ്കൂളായിട്ടാണ് അത് പലപ്പോഴും നിലനിന്നിട്ടുള്ളത്. അതേസമയം അത്തരം ഈ ചിന്ത, ബൗദ്ധികമായ ചിന്തകളുടെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാവ്യങ്ങളുടെയും നാടകങ്ങളുടെയും ആയിട്ടുള്ള ഒരു ട്രഡീഷനും ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക്, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ട് തരം ഡിസിപ്ലിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ലിറ്ററേച്ചർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാഹിത്യത്തിന്റെ സ്വഭാവമുള്ള ചിന്തയും ഈ ദർശനങ്ങളുടെ, ഫിലോസഫിയുടെ ധാരയും ഫിലോസഫിയുടെ സ്വഭാവമുള്ള ചിന്തയും, അങ്ങനെ രണ്ടു തരം ചിന്താരൂപങ്ങളായിട്ട്, രണ്ട് ഡിസിപ്ലിൻ എന്നൊക്കെ വിളിക്കാവുന്ന മട്ടിലുള്ള ഒരു ആലോചനാ രൂപം. ഇന്നത്തെ അർത്ഥത്തിലല്ല, ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അതാണ് പ്രധാനമായിട്ടുണ്ടായത്. ബാക്കിയുള്ളതൊക്കെ കുറെ പ്രായോഗികമായിട്ടുള്ള ജ്ഞാന പദ്ധതികളാണ്. ഇപ്പോ ഗണിതം, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, വാസ്തുവിദ്യ, ഇങ്ങനെയുള്ള കുറെ വിജ്ഞാന രൂപങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറേയും കൂടി ഒരു അപ്ലിക്കേഷൻ എന്ന് പറയാവുന്ന ഈ പ്രയോഗക്ഷമതയുള്ള ചില ജ്ഞാനരൂപങ്ങളാണ്. അപ്പൊ അങ്ങനെ പ്രയോഗക്ഷമതയുള്ള ജ്ഞാനരൂപങ്ങളെ പലതായിട്ട് വിഭജിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ ചിന്താ പദ്ധതികളെയും പ്രധാനമായിട്ടും ഈ പറഞ്ഞ സാഹിത്യത്തിന്റെ സ്വഭാവമുള്ളതും തത്വചിന്തയുടെ സ്വഭാവമുള്ളതും എന്നുള്ള മട്ടിലും വിഭജിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പഴയ ആളുകളുടെ, ചില ആൾക്കാരുടെ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ, സംസ്കൃതം പഠിക്കാൻ പോകുമ്പോൾ ആദ്യം അവര് കുറച്ച് ഈ ഋഗ്വേദമൊക്കെ കാണാപ്പാഠം പഠിക്കും. അതിനുശേഷം പിന്നെ കുറച്ച് കാവ്യനാടകങ്ങൾ, നാടകാദികൾ പഠിക്കാൻ പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ വേദങ്ങളുടെ അത്ര ഒരു ഗൗരവം ഈ നാടകം, കാവ്യമൊന്നും പഠിക്കുന്നതിന് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. വ്യാകരണം ഒരു പ്രധാനപ്പെട്ട സങ്കല്പമായിരുന്നു ഇന്ത്യയിൽ. അത് പറയേണ്ടതാണ്, അതും ഇതിന്റെ കൂടെ പറയേണ്ടതാണ്. അപ്പൊ ഒരു 3 ഉണ്ട്, ഞാനത് വിട്ടുപോയത്.
അപ്പോൾ തത്വചിന്ത അല്ലെങ്കിൽ ഈ സാഹിത്യം, വ്യാകരണം, അങ്ങനെ ആ വ്യാകരണത്തിൽ തന്നെ നിരുക്തം പോലുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഈ എറ്റിമോളജി ഒക്കെ അന്വേഷിച്ചു പോകുന്ന ഏർപ്പാട്. അപ്പൊ ആ നിലയ്ക്കുള്ള ഈ പിന്നെ ഭാഷയെ പറ്റി തന്നെ ചിന്തിക്കുക, പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുക, പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ സ്ഥാനത്തെ പറ്റി ചിന്തിക്കുക, മോക്ഷത്തെ പറ്റി ചിന്തിക്കുക, ഇങ്ങനെയുള്ള ചില ചിന്തകളും പിന്നെ ഈ കാവ്യനാടകാദികളും ഒക്കെ ഉൾപ്പെട്ട രീതിയിലുള്ളൊരു വിഭജനമാണ് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിന്നിരുന്നത്. മറ്റുള്ളത് പ്രായോഗികമായിട്ടുള്ള മേഖലയിൽ നിർവഹിക്കപ്പെടുന്നതാണ്. ഞാനൊരു ഓവർവ്യൂ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൂ. ഇതൊക്കെ കൂടുതൽ ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ഡിസിപ്ലിൻസ് ഒക്കെ പിന്നെ സങ്കല്പിക്കപ്പെട്ടിരുന്നത്? ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ചില വിഭജനം നമുക്ക് യൂറോപ്പിലും പഴയ ഗ്രീക്ക് ചിന്തയിലും കാണാം. അവിടെ ഇതുപോലെ തന്നെ ഈ പോയറ്റിക്സ് നമ്മൾ പറയുന്ന കാവ്യശാസ്ത്രം ആണ്. കാവ്യശാസ്ത്രം ഇവിടെയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചിന്താപദ്ധതിയായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അപ്പൊ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട, ഭാഷയായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും അതുപോലെ തത്വചിന്തയായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും എന്ന മട്ടിൽ വളരെ ബ്രോഡായിട്ട് തന്നെ നിലനിന്നിരുന്ന ചില ഡിസിപ്ലിൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അതിന് സമാനമായിട്ട് ഏറെക്കുറെ ഫിലോളജി എന്നൊക്കെ പറയുന്ന ചില സങ്കല്പങ്ങളും ഈ പറഞ്ഞ പോലെ ഈ കാവ്യശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ചില സങ്കല്പം, ഫിലോസഫിയുടെ സങ്കല്പം. പക്ഷേ ഇതൊക്കെ വാസ്തവത്തിൽ ഇപ്പൊ നമ്മൾ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറയുന്ന ആളുകളെ ഗ്രീക്കിലെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് പ്ലാറ്റോനെ കുറിച്ചാണ് നമ്മൾ എന്ത് വിഷയം പഠിക്കുകയാണെങ്കിലും പ്ലാറ്റോയിൽ നിന്നോ അല്ലെങ്കിൽ ഈ അരിസ്റ്റോട്ടിൽ നിന്നൊക്കെ തുടങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഫിലോസഫിയാണ് എല്ലാ വിജ്ഞാന ശാഖകളുടെയും മാതാവ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പം പിന്നെ അതിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്കും തരാൻ പോകുന്ന ബിരുദത്തിന്റെ പേര് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. ആ ഫിലോസഫി എന്നുള്ള ആ വിഷയത്തിന് എല്ലാറ്റിനും ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് എന്നുള്ള ഒരു സങ്കല്പം ഈ പാശ്ചാത്യ ദേശത്തുള്ള സങ്കല്പമാണത്. അത് നമ്മളിവിടെ കുറേയും കൂടിയും ഈ വിഭജനം നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ കഴിയും. എന്നാൽ അവിടെ പ്ലാറ്റോ അദ്ദേഹം കാവ്യശാസ്ത്രത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഫിലോസഫി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആശയങ്ങളെ പറ്റിയും പറഞ്ഞ ഒരാളാണ് ശരിക്കും ഈ പിന്നെ പ്ലാറ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടൽ. പ്ലാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫേഴ്സ് ആണ് രാജ്യം ഭരിക്കേണ്ടതെന്നും ഈ കവികളൊക്കെ വാസ്തവത്തിൽ ഒരു സാമ്രാജ്യത്തിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സാഹിത്യത്തിനും ഈ പറഞ്ഞതിനൊക്കെ വളരെ വളരെ ചെറിയ സ്ഥാനം മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. അവരേറ്റവും പ്രഥമ സ്ഥാനം നൽകിയത് തത്വചിന്തയ്ക്കാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിലും തത്വചിന്തയ്ക്കാണ് ഏറ്റവും വലിയ സ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റുള്ളതൊക്കെ അതിന് താഴെയുള്ള സ്ഥാനം മാത്രമേ. വ്യാകരണം അല്ലെങ്കിൽ കാവ്യശാസ്ത്രം, കാവ്യം എന്നൊക്കെ പറയുന്നതിന് അതിനേക്കാൾ താഴ്ന്ന ഒരു സ്ഥാനമാണുള്ളത്. മറ്റുള്ളതൊക്കെ അതിനും താഴ്ന്ന സ്ഥാനമാണ്. ഈ പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അത് യൂറോപ്പിലും അതിൻ്റെ ഒരു സംഗതിയാണ്. ഇപ്പൊ ടെക്നോളജി എന്നൊക്കെ പറയുന്ന ആ തരം സങ്കല്പങ്ങളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ അതിനെ അത്ര ഒരു ഉയർന്ന പദവി വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസിപ്ലിനുകളുടെ ഒരു ആലോചനയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ അതിന്റെ എല്ലാ വസ്തുതകളും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നില്ല. അതിനകത്ത് തന്നെ നമ്മൾ പറയുന്നതിൽ തന്നെ ഒരു ഹയറാർക്കിയുടെ ഒരു എലിമെന്റ് വരുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. അത് ഇന്ത്യയിലായാലും യൂറോപ്പിലായാലും ഈ തത്വചിന്ത എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് വളരെ ഉയർന്ന ഒരു പദവി നൽകുകയും ബാക്കി ചിന്താപദ്ധതികളൊക്കെ അതിന്റെ താഴെ വരുന്നതാണെന്നുള്ള ഒരു ഹയറാർക്കി, ഈ വിഷയങ്ങൾക്കിടയിലുള്ള ഒരു ഹയറാർക്കി നിലനിൽക്കുന്നുണ്ട്. അത് പ്രാചീന കാലത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നും എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യമായ ഒരു പദവി നൽകിയിരുന്നില്ല. അതുകൊണ്ടൊരു ഒരു എന്താ പറയാ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ഈ പറയുന്ന വിഷയങ്ങൾക്ക് സ്വാഭാവികമായി അതിന്റെ പ്രയോഗതലത്തിൽ നിലനിന്നിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സൂചന. അതുകൊണ്ട് ചിന്താരൂപങ്ങൾക്ക് വലിയ പ്രാധാന്യവും ഈ ഭാവനയ്ക്കും കൽപ്പനയ്ക്കും വൈകാരികതയ്ക്കും ഒക്കെ ഒരു അധമ പദവിയുമാണ് വാസ്തവത്തിൽ തുടക്കം മുതലേ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനശാസ്ത്രം പൊതുവെ നൽകി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് ഒരു പ്രാചീന ഘട്ടത്തിലുള്ള എൻ്റെ ഒരു സൂചനയാണ്. ഇത് നിങ്ങൾക്ക് ഇനിയും വികസിപ്പിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാവുന്നതാണ്. ഞാൻ വളരെ ആലോചിച്ചിട്ടല്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, വളരെ കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു വിഷയം അതല്ല എന്നുള്ളതുകൊണ്ട്. ഇനി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വന്നാൽ നമ്മൾ ഈ പ്രാചീനമായ ഈ ഒരു വിഭജനത്തിന് ശേഷം നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിലേക്ക് വരുമ്പോൾ ഈ ആധുനിക ഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പൊ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട
നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ബാക്കി ഞാൻ പറയുന്ന വസ്തുതകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വിപുലീകരിക്കാവുന്നതാണ്. അതില് ഈ ജ്ഞാനോദയം എന്ന് നമ്മൾ വിളിക്കുന്ന യൂറോപ്യൻ എൻലൈറ്റൻമെന്റിന്റെ ഒരു സന്ദർഭത്തിലാണ് ഇന്ന് കാണുന്ന ഈ വിജ്ഞാന പദ്ധതികൾക്കെല്ലാം ഒരടിത്തറ വീഴുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ദെക്കാർത്തിന്റെ ഈ ഒരു തത്വചിന്താ പദ്ധതി, ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നൊക്കെ പറയുന്ന ആ തത്വചിന്താ പദ്ധതി ഉണ്ടല്ലോ, ആ തത്വചിന്താ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഈ ആധുനിക യൂറോപ്പിൽ ഈ തരം പുതിയ സങ്കല്പങ്ങൾ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത്, ഈ ഇന്ത്യൻ തത്വചിന്തകളെ പറ്റിയോ അല്ലെങ്കിൽ സാഹിത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഈ സംസ്കൃതത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് നമുക്ക് വളരെ പ്രബലമായി നിൽക്കുന്നതെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ബൗദ്ധ പാരമ്പര്യത്തിലും ജൈന പാരമ്പര്യത്തിലും ഒക്കെ ഇതേപോലെ തന്നെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും ഒക്കെ ആയിട്ടുള്ള കുറെ സങ്കല്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കുറെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കുറെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത്തരം ശക്തമായ, പക്ഷെ അവിടെയും ഈ പറഞ്ഞ ഡിസിപ്ലിനറി ബൗണ്ടറി എന്ന് വിളിക്കാവുന്നത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചാർവാകന്മാർ അവതരിപ്പിച്ചിരുന്ന തത്വചിന്താ പദ്ധതി ഏറെക്കുറെ പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഈ നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പലതരം ധാരകളും അതിൽ തന്നെ പലതരം ശ്രേണികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് യൂറോപ്പിനെ സംബന്ധിച്ചും അത് ശരിയാണ്. അവിടെയും ഇതുപോലെ തന്നെ തത്വചിന്തയുടെ ഒക്കെ മണ്ഡലത്തിൽ പ്ലാറ്റോയിൽ നിന്നും അരിസ്റ്റോട്ടിൽ നിന്നും പിന്നെ സ്റ്റോയിക്കുകൾ, അങ്ങനെ പുതിയ പുതിയ പലതരം ആലോചനകൾ അവിടെയും ഉണ്ടായി വരുന്നുണ്ട്. ഏതായാലും അതിനൊക്കെ ശേഷമാണ് ഈ ജ്ഞാനോദയത്തിന്റെ ഒരു ഘട്ടം വരുന്നത്. ജ്ഞാനോദയം വരുമ്പോഴേക്കും ജ്ഞാനോദയത്തിനകത്ത് ഏറ്റവും പ്രധാനം ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തി എന്ന ഒരു സങ്കല്പമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രധാനമായി വരുന്നത്. അപ്പൊ യൂറോപ്യൻ തത്വചിന്തയുടെ, ആധുനിക യൂറോപ്യൻ തത്വചിന്തയുടെ ഒരു കേന്ദ്രമാണ് ഈ സ്വതന്ത്രമായ വ്യക്തി എന്ന് പറയുന്ന സങ്കല്പം. അപ്പൊ ഈ സ്വതന്ത്രമായ വ്യക്തി, സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ആധുനിക ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ സങ്കല്പത്തിനകത്ത് നിലനിൽക്കുന്നുണ്ടെന്നർത്ഥം. അപ്പോ യഥാർത്ഥത്തിൽ ഈ അന്വേഷണങ്ങളുടെ ഒക്കെ കേന്ദ്രം അതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സൈക്കോളജി യഥാർത്ഥത്തിൽ വ്യക്തി മനസ്സിനെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്, ഇൻഡിവിജ്വൽ ആണ് അവിടുത്തെ പ്രധാനം. അതുപോലെ സൊസൈറ്റി എന്ന് സോഷ്യോളജിയിൽ പഠിക്കുന്നത് സൊസൈറ്റിയെ പറ്റിയാണെങ്കിലും ആ സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ചേർന്നുണ്ടാവുന്നതാണ്. ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇൻഡിവിജ്വൽ എന്ന് സാധാരണ പറയാറുണ്ട്. അതായത് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം വ്യക്തിയാണ് എന്ന സങ്കല്പം സോഷ്യോളജിയും പിൻപറ്റുന്നുണ്ട്. അങ്ങനെ ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ജ്ഞാന പദ്ധതികളാണ് പൊതുവിൽ നമ്മൾ കാണുന്ന ഈ ആധുനികതയുടെ കാലത്തുണ്ടായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനോദയത്തിന്റെ കാലത്തുണ്ടായി വന്നിട്ടുള്ള മിക്കവാറും എല്ലാ ഡിസിപ്ലിനുകളും. അതിനകത്ത് നമ്മള് ഇപ്പൊ ഭൂതകാലം അന്വേഷിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2-3 കാര്യങ്ങളാണ് കാലുമായിട്ട് ബന്ധപ്പെട്ടാണ് അറിവ് ഉണ്ടായി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭൂതകാലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുക, എനിക്കെന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഈ അന്വേഷണം നടത്തുന്നത് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളാണ് ഈ അന്വേഷണം നടത്തുന്നത്. അയാള് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാള് ഈ പറഞ്ഞ പോലെ തന്നെ താനും തൻ്റെ വംശവും എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ് അപ്പൊ അങ്ങനെയാണ് ഈ ചരിത്രം, ആന്ത്രോപോളജി തുടങ്ങിയതൊക്കെ ഈ പഴയത് എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കുന്ന ഒരു ജ്ഞാനപദ്ധതിയായിട്ട് വരികയാണ്. ഏതായാലും ഈ ജ്ഞാനപദ്ധതിയിലെല്ലാം വിഷയി എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാണ്ട് അതൊരു പലപ്പോഴും ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ ആ ഒരു അന്വേഷിക്കുന്ന വ്യക്തിയെ, അയാളുടെ സ്വതന്ത്രമായ അന്വേഷണത്തെയാണ് നമ്മൾ ഗവേഷണം എന്ന് തന്നെ വിളിച്ചത്. അപ്പൊ ഈ സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങളുടെ ഫലമായിട്ട്, മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ മറ്റെന്തെങ്കിലും സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരാളല്ല ഗവേഷകൻ അല്ലെങ്കിൽ ഗവേഷക. അയാള് കൃത്യമായും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ചേർന്ന സമൂഹം, ഇതൊക്കെയാണ് ഈ
പിന്നെ മോഡേണിറ്റിയുടെ ആധുനികതയുടെ സമയത്ത് ഉണ്ടായി വന്നിട്ടുള്ള ആലോചനകൾ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഓരോ പിന്നെ ഈ വിഷയമണ്ഡലങ്ങളും അവയുടേതായിട്ടുള്ള പഠന ലക്ഷ്യം, പഠനത്തിന്റെ രീതിശാസ്ത്രവും ഒക്കെ വികസിപ്പിക്കുകയുണ്ടായി എന്നതാണ് പ്രധാനം. എന്ന് മാത്രമല്ല, അതിലേറ്റവും പ്രധാനമായിട്ട് ഒരു കാലത്ത് തത്വചിന്തയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടായതെങ്കിൽ ആധുനികതയുടെ ഘട്ടം വന്നപ്പോൾ സയൻസിനാണ് ആ പ്രാധാന്യം കിട്ടിയത്. അങ്ങനെ ഇദ്ദേഹം പിന്നെ കാർട്ടീഷ്യൻ തത്വചിന്തയിലെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ മൈൻഡ് ബോഡി ഡ്യുവാലിറ്റിയില് മൈൻഡാണ് ഏറ്റവും പ്രധാനമായിട്ട് നിലനിന്നിട്ടുള്ളത്. ആ മൈൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നാണ്. അങ്ങനെ ചിന്തയ്ക്കും മനസ്സിനും പ്രാധാന്യം കിട്ടുന്നു. അത് ശരീരത്തിനും വികാരത്തിനും വാസ്തവത്തിൽ അതിനേക്കാൾ താഴ്ന്ന ഒരു പദവി ലഭിക്കുന്നു. അവിടെ ഈ ശ്രേണീകരണം വളരെ പ്രബലമാണ്. അപ്പൊ ആധുനികതയുടെ കാലത്തുണ്ടായി വന്ന ഡിസിപ്ലിനുകൾ വാസ്തവത്തിൽ ഈ പറഞ്ഞ അതിനു മുമ്പുണ്ടായിരുന്ന ഘട്ടത്തിലെ ശ്രേണീകരണത്തെ ഇല്ലാതാക്കുന്നില്ല. അതപ്പോഴും ശ്രേണീകൃതമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ ആധുനികതയുടെ സന്ദർഭത്തിൽ ഉണ്ടായി വന്ന വിഷയങ്ങളെല്ലാം ഈ ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന അതിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന. അപ്പൊ ചിന്തയാണ് പ്രധാനം. അപ്പൊ ചിന്ത, അതുപോലെ മനസ്സാണ് ഏറ്റവും പ്രധാനം. ശരീരം എന്ന് പറയുന്നത് മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ശരീരം ഒരു ജഡമാണ് എന്നൊക്കെ ഈ കാർട്ടീഷ്യൻ തത്വചിന്തയില് ദക്കാരത്തിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഈ മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ ജ്ഞാനോദയ കാലത്തുണ്ടായി വന്ന അതാണ് നമ്മുടെ ഈ ഡിസിപ്ലിനുകളെയൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രധാനമായിട്ടും ചിന്തിച്ചുണ്ടാകുന്ന സങ്കല്പനങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോ പിന്നെ സയൻസ് ആണ് ഏറ്റവും ഉയർന്ന ചിന്താരൂപം ആധുനികതയെ സംബന്ധിച്ചിടത്തോളം. അത് മാത്തമാറ്റിക്സിന്റെ ഒരു ഭാഷയിൽ, ഗണിതത്തിന്റെ ഭാഷയിൽ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചിന്താപരമായ പിന്നെ ശേഷി മനുഷ്യൻ വികസിപ്പിച്ചെടുത്തു. അതോടെയാണ് ഈ സയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി വരുന്നത്. ഈ സാഹിത്യവും ഭാഷയൊക്കെ വരുമ്പോഴേക്കും അത് പ്രധാനമായിട്ട് ഈ വികാരങ്ങളെ പറ്റിയൊക്കെയുള്ള പഠനമാണ്. അതിനെ മറ്റേ ചിന്തയുടെ അത്ര സ്ഥാനം നമുക്ക് നൽകാൻ പറ്റില്ല. ആ നിലയ്ക്ക് നമ്മൾ പറയുന്ന ഈ ഹ്യൂമാനിറ്റീസ് വാസ്തവത്തിൽ ഈ സയൻസിന്റെ താഴെ വരികയാണ് ചെയ്തത്. സോഷ്യൽ സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന വിഷയങ്ങളൊക്കെ സയൻസിനെ അനുകരിക്കാൻ ശ്രമിച്ച പദ്ധതികളാണ്. അങ്ങനെയാണ് ഈ സോഷ്യൽ സയൻസിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച് ഒക്കെ വളരെ വളരെ പ്രധാനമാകുന്നത്. ഇപ്പൊ ആന്ത്രപ്പോളജിയിലെ ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെട്ടിരുന്നത് ഫിസിക്കൽ ആന്ത്രപ്പോളജിയാണ്. കാരണം ഈ തലയോടും മറ്റങ്ങനെയുള്ളത് അതിൻ്റെ സംഗതികളൊക്കെ പരിശോധിച്ച് ശാസ്ത്രീയമായ നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്ന പദ്ധതിക്കായിരുന്നു ആദ്യകാലത്ത് ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഫിസിക്കൽ ആന്ത്രപ്പോളജി, കൾച്ചറൽ ആന്ത്രപ്പോളജി അതിനകത്ത് തന്നെ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ടാണ് നിലനിന്നിരുന്നത്. അതുപോലെ പിന്നെ സോഷ്യോളജി പോലുള്ള വിഷയങ്ങളിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ ചിന്താപരമായിട്ടുള്ളൊരു സൂക്ഷ്മത, ഈ ശാസ്ത്രീയത അതിന് കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടായി ആണ് വാസ്തവത്തിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ ഈ മോഡേണിറ്റിയുടെ പീരീഡ് വരുമ്പോൾ വിഷയങ്ങൾക്കകത്ത് തന്നെ ശ്രേണീകരണം സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷയത്തിനകത്ത് തന്നെ അതിൻ്റെ രീതിശാസ്ത്രപരമായി എത്രത്തോളം അത് ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്നുവോ അതിന് കൂടുതൽ പരിഗണനയും അതിന് പിന്നാലെ വരുന്നതിനെ അതിൻ്റെ ഒരു ഉപവിഷയം പോലെ അതിനെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അപ്പൊ ഈ ശ്രേണീകരണം എന്ന് പറയുന്നത് ചിന്ത, വികാരം, മനസ്സ്, ശരീരം, അത്തരം ഈ വിഭജനം നമ്മുടെ ഈ വിഷയങ്ങൾക്കകത്ത് നമുക്ക്, അതിന്റെ സമീപനങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരം. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഡിസിപ്ലിനുകളൊക്കെ എമർജ് ചെയ്ത് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ചില ഓണ്ടോളജിക്കലായ, ഭവശാസ്ത്രപരമായ, ജ്ഞാനസിദ്ധാന്ത എപ്പിസ്റ്റമോളജിക്കലായ ചില കൺസേൺസ് ആണ് ഈ വിഷയങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, മെത്തഡോളജിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇതൊന്നും വെറുതെ ഉണ്ടായി വരുന്നതല്ല. അതിന്റെ പുറകിലൊക്കെ ചില സങ്കല്പനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ വിഷയത്തിൻ്റെയും പുറകിൽ ചില സങ്കല്പനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വിഷയങ്ങളും അതിൻ്റെതായ രീതിശാസ്ത്രം വികസിപ്പിച്ചെടുത്ത്
അതിൻ്റെതായ ലക്ഷ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന നിലയ്ക്ക് എങ്ങനെ വേറിട്ട് നിൽക്കാമെന്ന് ആലോചിക്കുന്ന ഒരു ഘട്ടമായിരുന്നു മോഡേണിറ്റിയുടെ ഘട്ടം എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് ആദ്യ ആന്ത്രപ്പോളജി വളരെ ശക്തമായിരുന്നു. പിന്നീട് ആന്ത്രപ്പോളജിയിൽ നിന്ന് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി സൊസൈറ്റിയെ പഠിക്കുന്ന ഒരു രീതിശാസ്ത്രമൊക്കെ സ്വയം വികസിച്ചു വരുമ്പോഴാണ് സോഷ്യോളജി ഉണ്ടായി വരുന്നത്. അതേപോലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ അതിനകത്ത് തന്നെ ഈ പൊളിറ്റിക്കൽ എക്കണോമി പോലെയുള്ള വിഷയങ്ങൾ വരികയും പിന്നീട് ഈ പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള വിഷയങ്ങളൊക്കെ രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ഡിസിപ്ലിൻ അകത്ത് തന്നെ ഉണ്ടായി വരുന്ന ചില പുതിയ ആലോചനകളുടെ ഭാഗമായിട്ട് അത് പുതിയ ഡിസിപ്ലിനായിട്ട് തന്നെ വേർപിരിഞ്ഞു പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഫോക്ലോർ എന്ന് പറയുന്ന വിഷയം പിന്നീട് ഉണ്ടായി വരുന്ന ഒരു വിഷയമാണ്. പക്ഷെ ആ വിഷയം ഉണ്ടായി വരുന്നത് കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ ഒന്നാണ്. അത് ആന്ത്രപ്പോളജിയുടെ ഭാഗമായിട്ട് നിന്നിരുന്നതാണ്. ഇങ്ങനെ ഒന്നിന്റെ ഭാഗമായതിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടാണ് മറ്റു പല വിഷയങ്ങളും ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഓരോ വിഷയവും തങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. ഈ പഠനങ്ങളുടെയൊക്കെ ആത്യന്തികമായ അല്ലെങ്കിൽ ആ പഠനം നിർവഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആ ജ്ഞാനോദയ കർത്താവാണ്, അതായത് വിഷയിയാണ് അർത്ഥം. അതാണ് ആ ജ്ഞാനോദയ ഘട്ടത്തിലുണ്ടായ ആ ഒരു എല്ലാറ്റിനെയും നോക്കിക്കാണാൻ ശേഷിയുള്ള ഒരു പദവിയിൽ നിൽക്കുന്ന ഒരാളാണ് ഗവേഷകൻ അല്ലെങ്കിൽ ഗവേഷക എന്ന ഒരു സങ്കല്പം. അത് ഈ പറഞ്ഞ ഓരോ വിഷയവും മുന്നോട്ട് വെക്കുന്ന രീതിശാസ്ത്രം പിൻപറ്റിക്കൊണ്ട് നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്ന ആ രീതിശാസ്ത്രം വളരെ പ്രധാനമാണ്. അത് പ്രധാനമായും ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിക്കാൻ കഴിയുന്നിടങ്ങളിലെല്ലാം അതിന് ഊന്നൽ നൽകുക. അപ്പൊ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ആർക്കൈവൽ സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസും മാത്രം ഉപയോഗിക്കുക. അങ്ങനെ അതിൻ്റെ ശാസ്ത്രീയത ഉറപ്പുവരുത്തുക. അങ്ങനെ ശാസ്ത്രീയതയും വസ്തുനിഷ്ഠതയും അതും വളരെ പ്രധാനമാണ്. വസ്തുനിഷ്ഠം, അറിവ് എവിടെയാണുള്ളത്? വസ്തുവിലാണ് അതുള്ളത്. അത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്ന സാധനം വസ്തുവായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അത് വസ്തു എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ജീവനില്ല. ഈ പഠിക്കുന്ന വിഷയം അല്ലെ വിഷയി, ഈ ഞാനാണ് പഠിക്കുന്നതെങ്കിൽ ഞാനാണ് സബ്ജക്റ്റ്, മറ്റേത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളതോ മാറുന്നതോ ആണ് എന്നുള്ള സങ്കല്പമില്ല. ഇപ്പൊ സോഷ്യോളജി പഠിക്കുന്ന ഒരാൾ സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോൾ അയാൾ പഠിക്കുന്നത് ആ സന്ദർഭത്തിൽ സൊസൈറ്റി അയാളുടെ മുന്നിൽ ഒരു വസ്തുവിനെ പോലെയാണ് വരുന്നത്. വസ്തു എന്ന് പറഞ്ഞാൽ അതിന് ജീവനില്ല. പക്ഷെ സൊസൈറ്റി അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ഒരു സന്ദർഭത്തിൽ അതിനെ ഫ്രീസ് ചെയ്ത് വെച്ച് നമ്മളിങ്ങനെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് നോക്കി ചെയ്യുന്നത് പോലെ സൊസൈറ്റിയെ കാണുമ്പോഴാണ് അതിനെ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇളകുന്ന ഒരു സാധനത്തെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇളകുന്ന ഒരു സാധനത്തെ കുറിച്ച് അങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് പഠിക്കാനും പറ്റില്ല. കാരണം അതിങ്ങനെ പഠിക്കുമ്പോഴേക്കും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറുന്ന ഒന്നിനെ പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ നമുക്ക് അതിനെ സ്റ്റാറ്റിക് ആക്കിയിട്ട് നിർത്തണം. സ്റ്റാറ്റിക് ആക്കിയിട്ട് അതിനെ നിർത്തിയിട്ട് അതിലെ വേരിയബിൾസ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ സയൻസിന്റെ രീതി അങ്ങനെ. ഇപ്പൊ പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം പഠിക്കണമെങ്കിൽ ടെമ്പറേച്ചർ നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിർത്തണം. അല്ലാണ്ട് എല്ലാ വേരിയബിളും കൂടി ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെയാണ് സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാർ ആദ്യം തന്നെ ചില വേരിയബിൾസ് കണ്ടെത്തും. ആ വേരിയബിൾസ് കണ്ടെത്തുന്ന മറ്റുള്ളതൊക്കെ സ്റ്റാറ്റിക് ആണെന്ന് നമ്മൾ അങ്ങ് ഊഹിക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വേരിയബിൾസ് പരിഗണിക്കാൻ പറ്റൂ. ഇപ്പൊ ഒരു സാമൂഹ്യ വിഭാഗത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയും അവരുടെ പെർഫോമൻസും തമ്മിലുള്ള, വിദ്യാഭ്യാസത്തിലെ പെർഫോമൻസും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ജെൻഡർ, അല്ലെങ്കിൽ അതിനകത്തുള്ള കാസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ പരിതോവസ്ഥകള്, പരിസ്ഥിതികള്, അവരുടെ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ചില വേരിയബിൾസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനെ എപ്പോഴും നിങ്ങൾക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പഠിക്കാനും പറ്റുള്ളൂ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ വേരിയബിൾസിനെ ഫിക്സ് ചെയ്യണം. അങ്ങനെ വേരിയബിൾസിനെ ഫിക്സ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് പല പഠനങ്ങളും നടത്തിയിരുന്നത്. അതാണ് പലപ്പോഴും നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ വസ്തുനിഷ്ഠത, ഈ വ്യക്തി കേന്ദ്രിതത്വം, അതുപോലെ രീതിശാസ്ത്രത്തിലുള്ള ശാസ്ത്രീയത, ഇതിലൊക്കെ ഊന്നിക്കൊണ്ട് ഓരോ വിഷയമേഖലകളും സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഘട്ടമാണ് നമ്മൾ പറയുന്ന ഈ മോഡേണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേണിസത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. ഈ വിഷയങ്ങൾ ഇപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനം, ഇതൊക്കെ വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഈ വിഷയങ്ങളൊക്കെ നമ്മളെ പോലുള്ള ഒരു രാജ്യത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്തേക്ക് വരുന്നത്, നേരത്തെ പറഞ്ഞ സംസ്കൃതത്തിന്റെ
ഭാഗമായി നിന്നിരുന്ന ജ്ഞാന പദ്ധതികൾ, അല്ലെങ്കിൽ ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളുടെയൊക്കെ ഭാഗമായി നിന്നിരുന്ന ചിന്താ പദ്ധതികൾ, അതൊക്കെ നിലനിന്നിരുന്ന ഒരു രാജ്യത്തേക്ക് ഈ പറഞ്ഞ സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററിയും ലിംഗ്വിസ്റ്റിക്സും ഒക്കെ കയറി വരുന്നത് എപ്പോഴാണ്? അതൊക്കെ ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒക്കെ ആദ്യകാല പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഭാഷയെക്കുറിച്ച് വസ്തുനിഷ്ഠ പഠനമാണ്. അതിന്റെ ഫൊണോളജി, അല്ലെങ്കിൽ അതിന്റെ മോർഫോളജി, അതിന്റെ സിന്റാക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു കമ്പ്യൂട്ടറിനകത്ത് വെച്ച് നിങ്ങൾക്ക്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ വരുന്നത്. ഭാഷയെ നിങ്ങൾക്ക് അങ്ങനെ വളരെ കൃത്യമായിട്ട് അതിന്റെ ചില ഘടനകളിലേക്ക് ചുരുക്കാൻ സാധിക്കും എന്നുള്ള വളരെ ബൗദ്ധികമായിട്ടുള്ള ഒരു അന്വേഷണ മേഖലയായിട്ടാണ് ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ വരുന്നത് തന്നെ ആണ്. അതിന്റെ പിന്നെ അതിനകത്ത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ വരുമ്പോഴേക്കും അതിങ്ങനെ കുറച്ച് ലൂസാവും, അതാണ്. പക്ഷെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഒന്നും അന്നത്തെ ഒരു മെയിൻ സ്ട്രീം ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു പ്രബല മേഖലയായിരുന്നില്ല. വളരെ പ്രബലമായ മേഖല എന്ന് പറഞ്ഞാൽ ഈ ഫൊണോളജി, മോർഫോളജി, സിന്റാക്സ് ഒക്കെ പഠിക്കുന്ന, അതിന്റെ ഘടനാപരമായ സവിശേഷതകളൊക്കെ പഠിക്കുന്ന ഇപ്പൊ ചോംസ്കിയെ പോലുള്ള ആളുകളാണ് ഇപ്പോഴും ഭാഷാശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ ഈ അതിനകത്ത് തന്നെ അക്കാലത്ത് തന്നെ ഈ പറഞ്ഞ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിന്റെ പോലുള്ള ആലോചനകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ സിമാൻറ്റിക്സ് ആണ്, അത് അർത്ഥവിജ്ഞാനം ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു സ്ലിപ്പിംഗ് ഏരിയ എന്നാണ് അവർ പൊതുവെ പറയാ. എപ്പോഴെങ്കിലും വഴിക്ക് വീഴാവുന്ന ഒരു സ്ഥലമാണത്. കാരണം അത് മുഴുവൻ ലിംഗ്വിസ്റ്റിക്സിൽ നിൽക്കില്ല. അത് അപ്പോഴേക്ക് അത് വേറെ കുറെ സിമാൻറ്റിക്സിലേക്കും അല്ലെ അവിടുന്ന് സിമിയോട്ടിക്സിലേക്കൊക്കെ പോകുമ്പോഴേക്കും അതിന്റെ വിഷയത്തിന്റെ സ്വഭാവം തന്നെയാണ് മാറും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ സിമാൻറ്റിക്സ് വരെയൊക്കെ ലിംഗ്വിസ്റ്റിക്സിന്റെ അകത്ത് നിന്നെങ്കിലും സിമിയോട്ടിക്സ് വന്നപ്പോഴേക്കും അത് അതിന്റെ പുറത്തേക്ക് പോയി. അതൊക്കെ എവിടെ നിൽക്കേണ്ടതെന്ന് യാതൊരു ധാരണ ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു മേഖലയാണ് ഈ സിമിയോട്ടിക്സ് ഒക്കെ. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ ഇങ്ങനെ ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കി വെച്ചത് മുതൽ തന്നെ അതിനകത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടാവും. ആന്ത്രപ്പോളജി, ഫിസിക്കൽ ആന്ത്രപ്പോളജിക്ക് അകത്ത് ഒതുങ്ങി നിന്നില്ല. അപ്പോഴേക്ക് കൾച്ചറൽ ആന്ത്രപ്പോളജി വരാൻ തുടങ്ങി. അത് അതിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കി, ഫോക്ലോർ ഉണ്ടാക്കി അതിന്റെ പുറത്തേക്ക് പോകും. അതേപോലെ ഈ ലിംഗ്വിസ്റ്റിക്സിനകത്ത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിന്റെ ഈ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാഷാശാസ്ത്രത്തിനെ കുറിച്ചുള്ള ആലോചനകൾ, ഭാഷയെ പറ്റിയുള്ള ആലോചനകൾ നിർവഹിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനകത്ത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ടാവുകയും പിന്നീട് സിമാൻറ്റിക്സ് പോലുള്ള വിഷയങ്ങൾ, അതുപോലെ അതിനകത്തുനിന്ന് സിമിയോട്ടിക്സ് ഉണ്ടാവും. അപ്പോഴേക്കും അത് പുറത്തേക്ക് വരും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിനുകൾ ഉണ്ടായ കാലം മുതൽ തന്നെ അതിനകത്ത് സംഘർഷങ്ങളും അതിനകത്ത് ഒതുങ്ങാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ഈ വിഷയങ്ങളൊക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കൊളോണിയൽ രാജ്യങ്ങളിലേക്ക് വരുന്നത് കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ സോഷ്യോളജി അവതരിപ്പിച്ചത് കൊളോണിയൽ മാസ്റ്റേഴ്സ് ആണ്. ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, നമുക്ക് ഹിസ്റ്ററിയുടെ വേറൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ട്രഡീഷനൊക്കെ മാറ്റി ആധുനിക ചരിത്ര പദ്ധതി ആവിഷ്കരിക്കുന്നത് ഈ കൊളോണിയലിസം വരുന്നതിന് ശേഷം. നമ്മുടെ സർവകലാശാലകളും നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ തുടങ്ങിയത് കൊളോണിയലിസത്തിന്റെ കാലത്താണ്. അപ്പൊ അവര് അവതരിപ്പിച്ച ആന്ത്രോപോളജിയും അവരവതരിപ്പിച്ച ഈ പറയുന്ന ഭാഷാശാസ്ത്രവും ചരിത്രവും ഒക്കെയാണ് നമ്മൾക്ക് പരിചയമുള്ളത്. അതാണ് നമ്മുടെ വിഷയ പരിചയം എന്ന് പറയുന്നത്. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള പരിചയം അങ്ങനെ വന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, എന്തിനാണ് ഈ കൊളോണിയൽ മാസ്റ്റേഴ്സ് ഈ വിജ്ഞാനമൊക്കെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്? അവരെന്തിനാണ് നമ്മുടെ എപ്പിഗ്രാഫി എന്തിനാണ് അവർ പഠിച്ചത്? അവരെന്തിനാണ് നമ്മുടെ ഹിസ്റ്ററി പഠിച്ചത്? അവരെന്തിനാണ് നമ്മളെ സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചത്? അത് മറ്റൊന്നിനല്ല, അവരുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊന്നും നിഷ്കളങ്കമല്ല. ഡിസിപ്ലിൻ അകത്ത് തന്നെ ഇത്തരം ശ്രേണീകരണങ്ങളുണ്ട്. അത് തന്നെ ഒരു അധികാര ഘടനയാണ്. അതോടൊപ്പം തന്നെ ഈ ഡിസിപ്ലിനെ ഉപയോഗിക്കുന്ന ഭരണവർഗം ഈ ഡിസിപ്ലിനുകളെ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊളോണിയൽ ചൂഷണ വ്യവസ്ഥയെ ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു നമ്മൾ പറയുന്ന ഈ സോക്കാൾഡ് ഡിസിപ്ലിനറി ആയിട്ടുള്ള ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസിപ്ലിനറി എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് തന്നെ അധികാരത്തിന്റെയും ചൂഷണത്തിന്റെയും ഒക്കെ ഒരു എലിമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രാചീന കാലത്തും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ, ഈ പറഞ്ഞ അറിവിന്റെ ഒക്കെ അധികാരികളായിരുന്ന ആളുകളാണ് സംസ്കൃതത്തിലായാലും മറ്റ് സംഗതികളിലായാലും അവരൊക്കെ അതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ചൂഷണത്തെ ശക്തമാക്കുന്ന ഒന്നായിരുന്നു അന്നത്തെ അറിവ് രൂപങ്ങൾ എന്ന് പറയുന്നത്. അതാണ്. പിന്നീട് വന്ന മോഡേണിറ്റിയുടെ പീരീഡ് വരുമ്പോൾ കൊളോണിയലിസത്തിന്റെ അധികാരത്തെ ഉറപ്പിക്കുകയും ചൂഷണത്തെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസിപ്ലിനുകളെ കുറിച്ച് തന്നെ നമ്മളൊരു ആലോചന നടത്തിയാൽ ഈ ഡിസിപ്ലിനുകൾക്ക് തന്നെ അതിന് സ്വയം അതുകൊണ്ടാണ് ജ്ഞാനോദയം വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടത് പിൽക്കാലത്ത്.
ഈ പിന്നെ നമ്മളെ തോമസ് കൂനെ പോലുള്ള ആളുകളുടെ സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തൊക്കെ ഈ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ജ്ഞാനോദയം എന്ന് പറയുന്നത്, അതൊക്കെ തന്നെ പിന്നീട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ സയൻസിന്റെ ഹെജിമണി, ശാസ്ത്രത്തിന് നൽകിയിട്ടുള്ള മേൽക്കോയ്മ, അതിന്റെ പ്രത്യേകമായ പദവി, ഇതെല്ലാം പിൽക്കാലത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ആധുനികതയിൽ നിന്ന് വിട്ടുവരുന്നത്. അങ്ങനെ ആധുനികതയെ നമ്മൾ ഈ ഡിസിപ്ലിന്റെയും ഈ അധികാരത്തിന്റെയും ചൂഷണത്തിന്റെയും ഒക്കെ ഒരു മേഖലയായി ഒരു സവിശേഷ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ പഠനങ്ങളൊക്കെ നമ്മുടെ അറിവിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ചരിത്രം മനസ്സിലാക്കുന്നതിനെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് പ്രപഞ്ചത്തെയും മനുഷ്യനെയും കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ ആ അറിവുകളൊന്നും തന്നെ അധികാരത്തിന്റെ താല്പര്യങ്ങൾക്ക് പുറത്തല്ല ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം. അതുകൊണ്ടാണ് ഇതിന് ശ്രേണീകരണം സംഭവിക്കുന്നത്. ഇതിൽ തന്നെ ചില മെത്തഡോളജികൾ അത് തന്നെ പുറന്തള്ളുന്നത്, ഇതിനെ ചില സവിശേഷമായ രീതിയിൽ ഭരണകൂടം ഉപയോഗിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വിഷയം എന്ന് നമ്മൾ പറയുന്നത് നിഷ്കളങ്കവും പിന്നെ ഈ ന്യൂട്രൽ എന്ന് വിളിക്കാവുന്ന അത് നിർവീര്യമായതുമായ ഒന്നല്ല വിഷയം എന്ന് നമ്മൾ പറയുന്നത്. വിഷയം എന്ന സങ്കല്പത്തിനകത്ത് തന്നെ ഈ അധികാരത്തിന്റെ പലതരം സൂചനകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ യൂറോപ്പിലാണെങ്കിൽ ഈ വിഷയങ്ങളെ പറ്റിയും അതിന്റെ പരിധികളെ പറ്റിയൊക്കെയുള്ള പ്രശ്നം, അല്ലെങ്കിൽ അതിനെ പ്രശ്നവൽക്കരണം എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം ക്രോസിംഗ് ദ ബൗണ്ടറീസ് എന്നോ അല്ലെങ്കിൽ ബ്ലറിംഗ് ദ ബൗണ്ടറീസ് എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ചില ധാരണകളുടെ അതിർത്തി മായ്ച്ച് പുതിയ ചില അതിർത്തി വരയ്ക്കുന്നതിനാണ് നമ്മൾ പ്രശ്നവൽക്കരണം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രോബ്ലമറ്റൈസേഷൻ. അപ്പൊ ഈ ഡിസിപ്ലിനറി ആയിട്ടുള്ള ചിന്തയെ തന്നെ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത് യൂറോപ്പിലെ ഈ ഫ്രാങ്ക്ഫർട്ട് ചിന്തകർ വരുമ്പോഴും, അതുപോലെ ഈ ഹിസ്റ്ററിയിലെ അനൽസ് സ്കൂൾ വരുമ്പോഴും, പിന്നീട് ഘടനാവാദം അല്ലെങ്കിൽ ഘടനാവാദാനന്തര ചിന്തകളും ഒക്കെ വരുമ്പോഴാണ് യൂറോപ്പിൽ ഈ ഡിസിപ്ലിനറി ബൗണ്ടറി പ്രധാനമായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ഒരു പുതിയ ജ്ഞാന മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് അറിവ് ആണ്, ഓണ്ടോളജിക്കലി നമ്മൾ എന്താണ് പിന്നെ ഈ മോഡേണിറ്റി അല്ലെങ്കിൽ ആധുനികത മുന്നോട്ട് വെച്ച സങ്കല്പം, അതുപോലെ പിന്നെ എന്താണ് ഈ അതിന്റെ എപ്പിസ്റ്റമോളജിക്കലി എങ്ങനെയാണ് ഈ മോഡേണിറ്റിയും പിന്നെ ഈ പറഞ്ഞ ഉത്തരാധുനിക ചിന്തയിലെ ഈ ഇന്റർഡിസിപ്ലിനാരിറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിൽ ഇത് വളരെ പ്രധാനമാണ്. അതായത് ഈ ഇന്റർഡിസിപ്ലിനാരിറ്റി എന്ന് നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ അതിന്റെ പിന്നെ എന്താണ് ഓണ്ടോളജി, അതിന്റെ ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ വാട്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരാണ് പൊതുവെ ഈ ഓണ്ടോളജി അല്ലെങ്കിൽ ഭവശാസ്ത്രം എന്ന് പറഞ്ഞത്. പണ്ട് തന്നെ നമ്മളങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ടുള്ള സ്കൂളിൽ അല്ലെ. ഇപ്പൊ ഹരിതഗൃഹ പ്രഭാവം എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്നാൽ എന്ത്, ഈ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യം ഗവേഷണത്തിലും വളരെ പ്രധാനമാണ്. ഇപ്പൊ നിങ്ങളുടെ തലക്കെട്ടിലെ പിന്നെ എന്താണ് സ്ത്രീ കർത്തൃത്വം എന്നൊരു വാക്കുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് വൈവയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം സ്ത്രീ കർത്തൃത്വം എന്നാൽ എന്ത് എന്ന് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓണ്ടോളജിക്കലി അത് ഡിഫൈൻ ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നതാണ്. ഓണ്ടോളജിക്കലി നിങ്ങൾ അതിൽ ക്ലാരിറ്റി ഉള്ള ഒരാളായിരിക്കും. അപ്പം ഈ എന്താണ് യാഥാർത്ഥ്യത്തെ പറ്റിയാണല്ലോ നമ്മൾ പൊതുവെ ഗവേഷണം അല്ലെ. ഗവേഷണം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് റിയൽ എന്ന് കണ്ടുപിടിക്കലാണ്. വാട്ട് ഈസ് റിയൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതല്ല യാഥാർത്ഥ്യം. ഞാനിതാ ഒരു പുതിയ യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു എന്നാണ് നിങ്ങൾ ഓപ്പൺ ഡിഫൻസിലും പ്രീ സബ്മിഷനിലും ഒക്കെ വാദിക്കാൻ പോകുന്നത്. അപ്പൊ വാട്ട് ഈസ് റിയൽ, അതാണ് ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഡിസിപ്ലിനാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഈസ് ഡിവിസിബിൾ ഇൻ ടു ഡിസ്ക്രീറ്റ് എന്താണ് സ്റ്റേബിൾ ഡൊമൈൻസ് എന്നുള്ളതായി. യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഏകമല്ല, അതിങ്ങനെ മുറിഞ്ഞ് നിൽക്കുന്നതാണ്. അത് ഒന്നിച്ച് നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ്. നിങ്ങൾക്ക് അതിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി വിഭജിക്കണം.
എന്നാലേ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ ഓരോ ഘടകത്തിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളും അതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദങ്ങളും വിശകലനത്തിനുള്ള ഉപാധികളും ഉണ്ട്. അതുകൊണ്ട് അത് ഡൊമൈൻ സ്പെസിഫിക് ആണ്. അറിവ് എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് ആണെന്നുള്ളതായിരുന്നു ഈ ഡിസിപ്ലിനാരിറ്റിയുടെ പ്രത്യേകത. പക്ഷെ ഇന്റർ ഡിസിപ്ലിനാരിറ്റി, നമ്മളിപ്പോ പറയുന്ന ഈ അന്തർവൈജ്ഞാനികതയിലേക്ക് വരുമ്പോഴേക്കും വാട്ട് ഈസ് റിയൽ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ഗവേഷണത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അങ്ങനെ ഈ കൃത്യമായ കള്ളികൾക്കകത്ത് വെച്ച് നിങ്ങൾക്ക് റിയാലിറ്റിയെ കാണാൻ കഴിയും. റിയാലിറ്റിയെ കാണണമെങ്കിൽ അതിനെ കുറെ കൂടിയും സമഗ്രമായ ഒരു വീക്ഷണമാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വെരി കോംപ്ലക്സ് ആണ്, റിലേഷണൽ അതാണ്. അത് വാസ്തവത്തിൽ അതൊരു പരസ്പര ബന്ധിതമാണ്. അല്ലാണ്ട് നിങ്ങളിപ്പോ എക്കണോമിക്സ് പഠിക്കുന്ന ആൾ അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകുമ്പോൾ ആ സൊസൈറ്റിയുടെ സോഷ്യൽ റിലേഷൻസ്, ആ സൊസൈറ്റിയുടെ ഹിസ്റ്ററി, ആ സൊസൈറ്റിയുടെ കൾച്ചറൽ ആയിട്ടുള്ള പ്രത്യേകതകള് ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു എക്കണോമിക് സംഗതി മാത്രം കയ്യിലെടുത്തിട്ട് അതിന്റെ വികസന സൂചിക വെച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് റിലേഷണൽ ആണ്, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്രീറ്റ് എന്നതാണ് ഓണ്ടോളജിക്കൽ ഡിഫറൻസ്. ഡിസിപ്ലിനാരിറ്റി ഇന്റർ ഡിസിപ്ലിനാരിറ്റി തമ്മിലുള്ള ഒരു ഓണ്ടോളജിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആണോ അതോ റിയാലിറ്റി എന്ന് പറയുന്നത് റിലേഷണൽ ആണോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് റിലേഷണൽ ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോ ഈ റിയൽ വേൾഡ് ഫിനോമിന, അപ്പൊ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഘടകം മാത്രം എടുക്കാൻ പറ്റില്ല. അതിന് സാമ്പത്തിക സംഗതികൾ ഉണ്ടാവും, സാംസ്കാരിക സംഗതികൾ ഉണ്ടാവും. ഇപ്പൊ കാസ്റ്റ് ഒക്കെ പഠിക്കുന്ന ആൾക്കാര് ഈ അതിന്റെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സിനെയും അതിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം പോലും പരിശോധിച്ചാൽ പോരാ, അതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾക്ക് വരികയാണ്. ഇപ്പോ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ ഡിഗ്നിറ്റി തുടങ്ങിയ ചില ആശയങ്ങൾ വരികയാണ്. ഇതൊക്കെ നിങ്ങൾ ഏത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കുക? ഹ്യൂമിലിയേഷനും ഡിഗ്നിറ്റിയും ഒക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് വ്യക്തി മനസ്സിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ സാമൂഹിക തലം വളരെ പ്രധാനമാണ്. സൈക്കോളജി പണ്ട് ഫ്രോയിഡ് പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ, അതിന്റെ സാമൂഹിക തലം, അതിന്റെ രാഷ്ട്രീയ തലം, അതിന്റെ പ്രത്യയശാസ്ത്ര മാനങ്ങൾ, മനസ്സൊരു നിർമ്മിതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കാസ്റ്റ് പോലുള്ളൊന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാസ്റ്റിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ഘടകങ്ങളുണ്ട്, അതിന് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഉണ്ട്, അതേസമയം അതിന് സൈക്കോളജിക്കലായ ഡയമെൻഷൻ ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ഐഡിയോളജിക്കൽ ഡയമെൻഷൻസും ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഇന്റർ ഡിസിപ്ലിനറി ആയി മാറുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറി എന്നതാണ് ഡിസിപ്ലിനാരിറ്റിയിൽ നിന്ന് ഇന്റർ ഡിസിപ്ലിനാരിറ്റി അന്തർവൈജ്ഞാനികതയിലേക്ക് വരുന്നതിന് കാരണമായി തീർന്നത്. ഇതാണ് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്കൊരു പിടുത്തം കിട്ടാത്ത സങ്കല്പങ്ങളാണ്. അതായത് ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇങ്ങനെ യാഥാർത്ഥ്യം കള്ളിതിരിഞ്ഞു നിൽക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. അതായത് പുതിയ ഗവേഷകർ സംസ്കാര പഠനമൊക്കെ നിർവഹിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്ന കുട്ടികളായാലും ശരി, അപ്പൊ നിങ്ങൾ ഫിലിം സ്റ്റഡീസ് ആണ് പഠിക്കുന്നതെങ്കിലും, നിങ്ങള് വികസനമാണ് പഠിക്കുന്നതെങ്കിലും, നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവരും ചരിത്രം പഠിക്കുന്ന ആരും എന്തും, നിങ്ങളിപ്പോ ചരിത്രം പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ ഫോക്ലോറും ഒക്കെ പഠിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പൊ പഴയമാരിയല്ല. ഇപ്പോ കാവുകളെ പറ്റിയിട്ടും അതുകൊടുത്ത അനുഷ്ഠാനങ്ങളെ പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയും ഒക്കെ ആൾക്കാർ ഹിസ്റ്ററിയിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ നമ്മുടെ സനൽ മോഹൻ മാഷിന്റെ സ്ലേവറിയെ കുറിച്ചുള്ള പുസ്തകം, അത് അദ്ദേഹത്തിന്റെ ഗവേഷണമാണ്. അപ്പൊ സ്ലേവറിയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ തന്നെ, നിങ്ങൾ പറയുന്ന ആർക്കൈവൽ സോഴ്സും ആർക്കിയോളജിക്കൽ സോഴ്സും ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് മെമ്മറികളാണ്. അതാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മയാണ്. അടിമ എന്നുള്ള നിലയ്ക്കുള്ള എന്റെ ഓർമ്മ നിങ്ങൾ ഗവേഷക എന്നുള്ള നിലയ്ക്ക് അന്വേഷിക്കുമ്പോൾ അതെന്റെ വളരെ ആത്മനിഷ്ഠമായിട്ടുള്ള ഓർമ്മയാണ്. അപ്പൊ വസ്തുനിഷ്ഠത എന്നൊക്കെ പറഞ്ഞ കാര്യത്തെയൊക്കെ നമ്മളിപ്പോ ചോദ്യം ചെയ്യാം. അങ്ങനെ ഒരു ഒബ്ജക്ടിവിറ്റി സാധ്യമാണോ? വിഷയവും തമ്മിൽ കൃത്യമായ ശാസ്ത്രീയമായ അകലം പാലിച്ചുകൊണ്ടുള്ള വസ്തുനിഷ്ഠ സമീപനം ഗവേഷണം, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസിലും സോഷ്യൽ സയൻസിലും ഒന്നും അങ്ങനെ ഒരു വസ്തുനിഷ്ഠ സമീപനം പലപ്പോഴും നമുക്ക് സാധ്യമല്ല. കാരണം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ആർക്കിയോളജിനെയും ആർക്കൈവിനെയും ഒന്നുമല്ല. അപ്പൊ ആർക്കിയോളജി ആർക്കൈവും ഒക്കെ മാറ്റുന്നത് അതൊക്കെ വസ്തുനിഷ്ഠമായ തെളിവുകളാണ്. എന്നാൽ ഓർമ്മകളെയാണ് സനൽ മോഹൻ മാഷ് പ്രധാനമായിട്ടും അദ്ദേഹം പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകളെ,
അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ, അതിന്റെ ഓർമ്മകളെയൊക്കെയാണ് അദ്ദേഹം ശേഖരിച്ചിട്ടുള്ളത്. അത് ആത്മനിഷ്ഠ. അപ്പൊ ഈ ആത്മനിഷ്ഠമായിട്ടുള്ള ഡാറ്റയിൽ നിന്ന് അതിനെ എങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ചരിത്ര പദ്ധതിയിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ടു റിഫൈൻ യുവർ മെത്തഡോളജി. നിങ്ങളുടെ രീതിശാസ്ത്രത്തെ നിങ്ങൾക്ക് പരിഷ്കരിക്കേണ്ടതായിട്ട് വരും. ആ പഴയ രീതിശാസ്ത്രം അതേപോലെ നിലനിർത്താൻ കഴിയില്ല എന്നർത്ഥം. അങ്ങനെ പുതിയ കാലത്ത് കഴിഞ്ഞൊരു 10-30 കൊല്ലം കൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ചെയ്തിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന യാഥാർത്ഥ്യത്തെ അവർ പുനർനിർവചിച്ചു കഴിഞ്ഞിരിക്കും. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് തടസ്സം നിൽക്കലായിരുന്നു പ്രാചീന കാലം മുതൽ ഈ ഡിസിപ്ലിനറി ബൗണ്ടറി ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയാലേ അതിനെ മാറ്റാൻ കഴിയുള്ളൂ. അതാണ്. അപ്പൊ യാഥാർത്ഥ്യത്തെ മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ റെവല്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി ആയി മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഡിസിപ്ലിനറി ആയ പഠനങ്ങളെല്ലാം അധികാരത്തെ ഉറപ്പിക്കുന്നതും അധികാരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണ് എന്ന് മോഡേണിറ്റിയുടെ പീരീഡ് വരെയുള്ള നമ്മുടെ ജ്ഞാനചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി യാഥാർത്ഥ്യം വളരെ സങ്കീർണമാണ്, അത് പരസ്പര ബന്ധിതമാണ് എന്ന് തിരിച്ചറിയുന്നതോടെയാണ് അങ്ങനെ ബന്ധിതമായ ഒന്ന് പഠിക്കണമെങ്കിൽ ഡിസിപ്ലിനറി ആയിട്ടുള്ള ബൗണ്ടറികൾ മാറ്റി കളഞ്ഞ് പല ഡിസിപ്ലിനുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ഇന്റഗ്രേഷനാണ് അവിടെ. ആ ഉദ്ഗ്രഥിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രധാനമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിന്റെ എപ്പിസ്റ്റമോളജിക്കൽ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഇന്റർ ഡിസിപ്ലിനറി ആയ ഒരു കാര്യം നമ്മൾ പഠിക്കുക ആണ്. ഹൗ ഡു വി നോ ദ റിയാലിറ്റി ആണ്. നേരത്തെ വാട്ട് ഈസ് റിയൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഹൗ ടു നോ ദ റിയാലിറ്റി എന്നുള്ള ചോദ്യമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മള് മറ്റേ ഡിസിപ്ലിനാരിറ്റിയുടെ സന്ദർഭത്തില് ഓരോ ഡിസിപ്ലിനും അതിൻ്റെതായിട്ടുള്ള മെത്തഡോളജി ഉണ്ടാക്കി അതിലൂടെ പോയാലേ യാഥാർത്ഥ്യത്തിൽ എത്തുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ മെത്തഡോളജികൾ വളരെ അഗാധമാക്കാനും വളരെ ആഴമുള്ളതാക്കാനും അതിനെ വളരെ സൂക്ഷ്മമാക്കാനും അതിനെ സ്പെഷ്യലൈസ് ചെയ്യാനും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയിൽ എത്തുമ്പോഴേക്കും അതിന്റെ എപ്പിസ്റ്റമോളജിയിൽ വലിയ വ്യത്യാസം വരികയാണ്. അവിടെ നമ്മൾ പല മെത്തഡോളജികൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ, അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് നിർമ്മാണാത്മകമായിട്ട് അതിനെ പുനരാവിഷ്കരിക്കാൻ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അങ്ങനെ പല മെത്തഡോളജികൾ തമ്മിലുള്ള ഒരു ഡയലോഗ്, ഒരു ബ്രിഡ്ജിങ് ദ പാരഡൈംസ് ആണ്. പലതരം വിചാരമാതൃകളെ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം നിർമ്മിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വാസ്തവത്തിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി പ്രവർത്തിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മെത്തഡോളജിനെ സ്വീകരിക്കുന്നതിന് പകരം പല മെത്തഡോളജികളെ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. യാഥാർത്ഥ്യം പരസ്പരം ബന്ധിതമാണെങ്കിൽ നിങ്ങളുടെ മെത്തഡോളജിയും പരസ്പരം ബന്ധിതമായിരിക്കണം. അതുകൊണ്ട് പലപ്പോഴും നമ്മള് ഈ ഡോക്ടർ കമ്മിറ്റിയിലൊക്കെ പോയിരിക്കുമ്പോൾ കുട്ടികളോട് നിങ്ങൾ ഏത് രീതിശാസ്ത്രമാണ് പിന്തുടരുന്നത് എന്ന് ചോദിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ചോദ്യമായി മാറും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പല വിഷയങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകള് അധികാരവും വ്യവഹാരവും എന്നൊക്കെ തലക്കെട്ട് കണ്ട ഉടനെ ഫൂക്കോ എന്ന് പറയും. ഈ ഫൂക്കോ വാസ്തവത്തിൽ ഏത് ഡിസിപ്ലിനിൽ പെട്ട ആളാണ്? അദ്ദേഹം ചരിത്രമാണോ, അദ്ദേഹം തത്വചിന്തയാണോ, മനഃശാസ്ത്രം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന സൈദ്ധാന്തിക രൂപങ്ങൾ തന്നെ വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഫൂക്കോ ആവട്ടെ, ലാക്കാൻ ആകട്ടെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനികാനന്തര ചിന്തകരെല്ലാം വാസ്തവത്തിൽ അവരുടെ ചിന്തകൾ എല്ലാം വാസ്തവത്തില് വളരെയധികം ബന്ധിതം വെച്ചാൽ ഈ പല വിഷയങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ എല്ലാവരും ഭാഷയെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ട് ഭാഷാശാസ്ത്ര കൈകാര്യം ചെയ്യുന്നവർ മാത്രമേ ഭാഷ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. സാഹിത്യ വിമർശനവും സാഹിത്യ പഠനവും നടത്തുന്നവർക്ക് പ്രത്യേകിച്ചൊരു രീതിശാസ്ത്രം തന്നെ ഇല്ലാത്തൊരു പ്രശ്നമൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ONV കുറിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ഒരു സങ്കല്പം അനുസരിച്ച് അല്ലെങ്കിൽ സാഹിത്യ ചരിത്രത്തിന്റെ ചില പ്രസ്ഥാനങ്ങളും പ്രവണതകളും ഒക്കെ നോക്കി അവരുടെ ആത്മനിഷ്ഠമായ അനുഭൂതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണ പ്രബന്ധമൊക്കെ നിർവഹിച്ചിരുന്നത്. പക്ഷെ ഇന്ന് സാഹിത്യത്തെ നമ്മൾ അങ്ങനെ ഒരു അനുഭൂതി തലത്തിൽ നിന്നുമല്ല മനസ്സിലാക്കുന്നത്. സാഹിത്യത്തെ ഒരു ജ്ഞാനരൂപമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ചരിത്രം പഠിക്കുന്ന ആൾക്കും സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് സോഷ്യോളജി ഓഫ് ലിറ്ററേച്ചർ. അത് അവരുടെ ഇപ്പൊ ഇവിടുത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ MA പ്രോഗ്രാമിൽ സാഹിത്യവും സമൂഹവും എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്.
അപ്പോൾ സാഹിത്യത്തിൽ നിന്നും വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാം. സാഹിത്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരു ഭാവനാ രൂപമല്ല. ഭാവനയ്ക്കും അതിന്റെ മൗലികമായ ഭൗതിക പശ്ചാത്തലമുണ്ട്. അല്ലാണ്ട് ഭാവന കേവലം ഒരാളുടെ തലയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്നതല്ല. അതുകൊണ്ട് അതിനെ സെക്കൻഡറി ആയിട്ട് പരിഗണിക്കേണ്ടതില്ല. സയൻസ് പോലെ തന്നെ, വിചാരം പോലെ തന്നെ പ്രധാനമാണ് വികാരവും. വിചാരം പലതരത്തിൽ രാഷ്ട്രീയമായി നിർണയിക്കപ്പെടുന്നതാണെങ്കിൽ വികാരവും രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ നിർണയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ശാസ്ത്രം പോലും ചരിത്രപരമായി നിർണയിക്കപ്പെടുന്ന പാരഡൈംസിനകത്താണ് നിലനിൽക്കുന്നതെന്ന് തോമസ് കൂൻ പറയുന്നത്. അതുകൊണ്ട് സയൻസ് പോലും ഇതൊന്നും മുക്തമല്ല. അങ്ങനെ ഈ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം, സാമൂഹിക ബന്ധങ്ങൾ, ഇതിൽ നിന്നൊന്നും മുക്തമായ അറിവില്ല എന്ന് തീരുമാനിക്കപ്പെടുമ്പോഴാണ് അത് ഇന്റർ ഡിസിപ്ലിനറി ആയി മാറുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്നത് വാസ്തവത്തിൽ അധികാരത്തോടുള്ള ഒരു കലഹമാണ്. അത് യാഥാർത്ഥ്യത്തെ കൂടുതൽ സങ്കീർണമായി മനസ്സിലാക്കാൻ, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഡിസിപ്ലിനാരിറ്റിയുടെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ അത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേർന്നതല്ല പറഞ്ഞു, നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് കൂടുതൽ നീതി പുലർത്തുന്ന ഒന്നാണ് സമകാല ഈ ഗവേഷണ പദ്ധതികൾ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഹയറാർക്കിക്കൽ അല്ലാത്ത ഒരു ജ്ഞാന മാതൃകയാണ് വാസ്തവത്തിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയിൽ വളരെ ഹയറാർക്കിക്കലായിരുന്നു, വളരെ വളരെ സോളിഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ, അത് വെർട്ടിക്കലായിട്ടാണ് നിലനിന്നിരുന്നതെങ്കിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയിലെ എല്ലാ മെത്തേഡ്സും ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതാണ്, അത് ഡയലോജിക്കലാണ്, അത് ക്രോസിംഗ് ആൻഡ് ബ്ലൻഡിങ്, അതാണ് അത്. പിന്നെ പരസ്പരം മുറിച്ചു കടക്കുന്നതും വിളക്കി ചേർക്കുന്നതുമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയാണ് ആ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയുടെ സങ്കല്പം വരുന്നത് എന്നർത്ഥം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം, 1 മണിക്കൂറിലേറെയായി. അപ്പോൾ ഇതില് ഈ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയിൽ ഏറ്റവും പ്രധാനം, നിങ്ങളെ എന്ത് തിയറി ഉപയോഗിക്കുന്നു എന്ന ചോദ്യം പുതിയ കാലത്ത് അപ്രസക്തമാണ്. കാരണം അത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചും അതിനനുസരിച്ച് നിങ്ങളുടെ ഡാറ്റയിലും വ്യത്യാസം വരികയാണ്. പണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററിയിലും ആർക്കൈവിലും ആർക്കിയോളജിയിലും കിട്ടുന്ന തെളിവുകൾ മാത്രമായിരുന്നു നമ്മുടെ ഡാറ്റയായിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ കഥകളും എല്ലാം ഇന്ന് ഹിസ്റ്ററിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേ കഥകള് സാഹിത്യ പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അതേ കഥകള് സൈക്കോളജിയിൽ ഉപയോഗിക്കാം. അപ്പോ ഈ ആളുകൾ പറയുന്ന കഥകൾ, ആളുകളുടെ ഓർമ്മകൾ, ട്രോമ എന്നുള്ള വിഷയം, ട്രോമ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ അത് തന്നെ സാഹിത്യ പഠനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് ചരിത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സനൽ മുഹമ്മദ് മാഷിന്റെ സ്ലേവറിയെ കുറിച്ചുള്ള പഠനത്തിൽ ട്രോമ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പൊ മാഷ് ചരിത്ര പഠനമാണ് നിർവഹിച്ചതെങ്കിലും അതിന് ഈ കേവലം നമ്മൾ മുമ്പ് പറഞ്ഞ ഈ വസ്തുനിഷ്ഠ ചരിത്രത്തിന്റെ ആ വസ്തുനിഷ്ഠ ഡാറ്റ, വസ്തു എന്ന് വിളിക്കാവുന്ന ഡാറ്റയെന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഓർമ്മയുടെ പ്രശ്നം എന്താ? ഓർമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഓർമ്മയാണ്. ആ ജീവിച്ചിരിക്കുന്ന ആളുടെ ഒരു ഓർമ്മേനെയാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അയാൾ നാളെ അയാൾ മാറും. അയാൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവത്തായ ഒന്നിനെയാണ്, ഓർഗാനിക്കായ ഒന്നിനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഡെഡ് ആയിട്ടുള്ള മരിച്ചുപോയ ഈ ആർക്കൈവിലും ആർക്കിയോളജിയിലും ഒക്കെ ആർക്കിയോളജിക്കൽ ഡാറ്റയായിട്ടൊക്കെ നിലനിൽക്കുന്ന ഈ മൃതമായ ഡാറ്റനെയല്ല, പ്രചലിതമായ ഡാറ്റനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രചലിതമായ ഡാറ്റനെ ഉപയോഗിക്കുമ്പോൾ പഴയ വസ്തുനിഷ്ഠം അവിടെ നിലനിൽക്കില്ല. അപ്പൊ നിങ്ങളും ആ ഡാറ്റയും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. നിങ്ങൾ മുകളിലും നിങ്ങളിങ്ങനെ നോക്കണ ആളും ഡാറ്റ ഇങ്ങനെ താഴെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി നിന്ന് തരുന്ന ഒന്നും എന്ന സങ്കല്പം, ആ ഡിസിപ്ലിനറി സങ്കല്പം മാറിയിട്ട് വിഷയവും വിഷയിയും എന്നുള്ള ആ വ്യത്യാസം മാറി നമ്മൾ വാസ്തവത്തിൽ ഒരു ഡയലോഗാണ്. അപ്പൊ അടിമ ജീവിതത്തിന്റെ ഓർമ്മകളുള്ള ഒരാളും അതിൽ ഗവേഷണം നിർവഹിക്കാൻ പോകുന്ന ആളും വാസ്തവത്തിൽ വളരെ എംപത്തറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ എത്തിക്കൽ ആയിട്ടുള്ള റിലേഷൻ അതിൽ വളരെ പ്രധാനമാണ്. മറ്റേത് ഇയാൾ എത്തിക്കലി സുപ്പീരിയർ ആണ്. ആര്? ഈ ഗവേഷക എന്ന് പറയുന്ന ആള് മുകളിൽ നിൽക്കുന്ന ആളാണ്. അയാൾ പോയിട്ട് സോഷ്യോളജിയിൽ ഒരു ക്വസ്റ്റനെയർ കൊടുത്തിട്ട് ചോദ്യങ്ങൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച് കൊണ്ടുവന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പഠിച്ചിരുന്നതിന് പകരം ഈ ഡാറ്റ തരുന്ന ആളും ഞാനും തമ്മിലുള്ളത് വാസ്തവത്തിൽ വളരെ എത്തിക്കലായിട്ടുള്ള, വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു ഫ്രട്ടേണിറ്റി, ഒരു സാഹോദര്യമാണ് വാസ്തവത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു എത്തിക്കൽ ഡയമെൻഷനിലേക്ക് നമ്മുടെ ഗവേഷണം മാറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സമകാല ഗവേഷണം വാസ്തവത്തിൽ വളരെ വളരെ പോസിറ്റീവായ ഒരു വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ ഡാറ്റയെ പൊളിച്ചെഴുതിയിരിക്കുന്നു, അതിന്റെ മെത്തഡോളജിയെ പൊളിച്ചെഴുതിയിരിക്കുന്നു, അത് അതിന്റെ പുതിയ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ആ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ആണ് പെണ്ണ് എന്നുള്ള വിഭജനം പോലും ഇന്ന് നിലനിൽക്കുന്നില്ല.
അതിനെപ്പോലും നമ്മൾ മറികടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ വിഭജനങ്ങളെയും മറികടന്ന്, നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, കുറെ കൂടി കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരൊറ്റ ഡിസിപ്ലിന്റെ ഒരു രീതിശാസ്ത്രം മതിയാവുകയില്ല. അവിടെയാണ് നിങ്ങൾക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു രീതിശാസ്ത്രം ആവശ്യമായിട്ട് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറഞ്ഞാൽ മെത്തഡോളജി മാത്രമല്ല മാറുന്നത്, ഡാറ്റയും മാറുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോ ഈ ഇവിടുത്തെ മലബാറിലെ ഹിന്ദുത്വ ആശയം രൂപപ്പെട്ടു വരുന്നതിനെ കുറിച്ച് പഠിച്ച എൻ്റെ ഹിസ്റ്ററിയിലെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഡാറ്റയായിട്ട് സ്വീകരിച്ചത് നോട്ടീസുകള്, അതുപോലെ തന്നെ ചില മുദ്രാവാക്യങ്ങള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊന്നും ആരും ഒരു കാലത്ത് ഡാറ്റയായിട്ട് പരിഗണിച്ചിരുന്നില്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ ഡാറ്റയായിട്ട് പരിഗണിക്കുകയാണ്. പഴയ കാലത്തുള്ള സിനിമ പരസ്യങ്ങളും എല്ലാം നമുക്കിപ്പോ ഡാറ്റ അല്ലാത്ത ഒന്നുമില്ല. അപ്പൊ മനുഷ്യൻ പാടുന്ന പാട്ടുകള്, മനുഷ്യന്റെ കഥകള്, മനുഷ്യന്റെ ഓർമ്മകള്, അങ്ങനെ വസ്തുനിഷ്ഠം എന്ന് വിളിച്ച് എന്നതിന്റെ പരിധിയിൽ വരാത്ത, അതിന്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തിയിരുന്ന, മാർജിനലൈസ് ചെയ്തിരുന്ന എല്ലാ ഡാറ്റകളും ഇന്ന് സാഹിത്യ ഗവേഷണത്തിലേക്ക്, ചരിത്ര ഗവേഷണത്തിലേക്ക്, സാമൂഹ്യ ശാസ്ത്ര ഗവേഷണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഇന്റർഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത്. ഈ ഇന്റർഡിസിപ്ലിനാരിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അന്തർവൈജ്ഞാനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നമ്മൾ അതിന്റെ ഇപ്പൊ നേരത്തെ പണ്ടാണെങ്കിൽ നമ്മള് പിന്നെന്താണ് ഇന്ന രീതിശാസ്ത്രം, ഇന്ന മെത്തേഡ്, ആ മെത്തേഡ് എന്നൊരു പേരാണ്. ഈ മെത്തേഡിനേക്കാൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കീവേഡ്സ് ആണ്. അതാണ്. അപ്പം ഇന്റർഡിസിപ്ലിനാരിറ്റിയുടെ കാലം വരുമ്പോഴേക്കും മെത്തേഡിനേക്കാൾ പ്രധാനമായിട്ട് വരുന്നത് കീവേഡാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഗവേഷണത്തിലെ ശീർഷകത്തിൽ കീവേഡ് വളരെ സ്പെസിഫിക് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് കീവേഡിന്റെ പ്രത്യേകത? പല ചിന്തകളുടെ ഒരു നാൽക്കവലയാണ് നമ്മൾ കീവേഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സബ്ജക്ടിവിറ്റി എന്നുള്ളത് ഒരു കീവേഡാണ്, കർത്തൃത്വം. അല്ലെങ്കിൽ ജാനർ, ജനുസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അടിമത്തം, സ്ലേവറി ഒരു കീവേഡാണ്. നരേഷൻ, ആഖ്യാനം ഒരു കീവേഡാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഹ്യൂമിലിയേഷൻ, അത് അപമാനം, അതൊരു കീവേഡാണ്. ഡിഗ്നിറ്റി ഒരു കീവേഡാണ്. ടെക്സ്റ്റ് ഒരു കീവേഡാണ്. അങ്ങനെ കീവേഡ്സ് നമ്മൾ അടുത്ത കാലത്തായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, താക്കോൽ വാക്കുകൾ, സൂത്രവാക്കുകൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. കീവേഡ്സിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിച്ച ഒരാളാണ് റെയ്മണ്ട് വില്യംസ്. അദ്ദേഹത്തിന്റെ കീവേഡ്സിനെ പറ്റി ഒരു പുസ്തകമാണ് ആദ്യം അതിനൊരു മാതൃകയായിട്ട് വന്നത്. പിന്നീട് ആ മേഖലയിൽ 3-4 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വേറെ വന്നു. അങ്ങനെ ഇപ്പൊ വാസ്തവത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സാഹിത്യ രൂപമായാലും ഒരു ചരിത്ര സംഭവമായാലും അതിനെയൊക്കെ വിപുലമായി സംസ്കാരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പരിശോധിക്കുന്നത്. അങ്ങനെ സാംസ്കാരികമായി പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഡിസിപ്ലിനറി ആയിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. കാരണം കൾച്ചർ എന്നുള്ള വാക്ക് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഹ്യൂമാനിറ്റീസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ഇന്ന് നമ്മൾ പലരും പഠിക്കുന്നത് അതിനെ കൾച്ചറൽ ആയിട്ട് പഠിക്കാൻ, കൾച്ചറിനെ പഠിക്കാനല്ല, കൾച്ചറൽ ആയിട്ട് പഠിക്കുക. അതുകൊണ്ട് സംസ്കാര പഠനം എന്നല്ല ശരിക്കും പറയേണ്ടത്, സാംസ്കാരിക പഠനം എന്നാണ് പറയേണ്ടത്. സാംസ്കാരികമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സാംസ്കാരികം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡിസ്കോഴ്സ്, അതിനകത്തുള്ള വ്യവഹാരങ്ങൾ. ഇപ്പൊ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിലെ വസ്തുതകൾ എണ്ണിപ്പെറുക്കി പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വ്യാവഹാരികത, അതിന്റെ ആ പ്രവൃത്തി, ചരിത്രം എന്നൊരു പ്രവൃത്തി, ആ ഒരു ആക്ഷൻ എങ്ങനെയാണ് നടന്നത്, അതിനെ പ്രചലിതമായിട്ട് പഠിക്കുമ്പോഴാണ് അത് സാംസ്കാരികമായിട്ട് പഠിക്കുന്നത്. വസ്തുവായിട്ട് മേശപ്പുറത്ത് ഒരു ലാബില് ഒരു ശാസ്ത്രജ്ഞയോ പഠിക്കുന്നത് പോലെ വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ഒരാളല്ല ഇന്ന് സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന, മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന ഒരു ഗവേഷക. അയാൾ പഠിക്കുന്നത് ചലിക്കുന്ന ഒന്നിനെയാണ്, വ്യാവഹാരികമായ ഒന്നിനെയാണ്. ആ വ്യവഹാരം എന്നുള്ള വാക്കുണ്ടാവുന്നത് തന്നെ ഈ പറഞ്ഞ ഡിസ്കോഴ്സ് എന്നുള്ളതിന്റെ ഡയലോഗാണ്. അത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഇടപെടുമ്പോഴാണ് വാസ്തവത്തിൽ അത് വ്യവഹാരം ആയിത്തീരുന്നത്. അപ്പൊ ആ വ്യാവഹാരികതയാണ്, ആ ചലനാത്മകതയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കൾച്ചറൽ എന്ന് നമ്മൾ പറയാം. അത് കൾച്ചറലാണ്. അപ്പൊ കൾച്ചറലായിട്ട് നമ്മൾ സാഹിത്യത്തെ പഠിക്കുന്നു, കൾച്ചറലായിട്ട് നമ്മൾ ഹിസ്റ്ററിയെ പഠിക്കുന്നു, കൾച്ചറലായിട്ട് നമ്മൾ സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ നമ്മൾ പഠിക്കുന്നതോടുകൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജോണി മാഷ്, പഴയ നമ്മുടെ പ്രൊഫസർ, അദ്ദേഹം ഉത്തരാധുനിക സങ്കല്പനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്.
മുമ്പ് ഇതൊക്കെ മലയാളം ഡിപ്പാർട്ട്മെന്റിലാണ് ഇതൊക്കെ ഇത്തരം ഉത്തരാധുനിക ചിന്തകർ എന്നൊക്കെ പറഞ്ഞ് പലതും കേട്ടിരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലും മറ്റ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിലുമാണ് പോസ്റ്റ് മോഡേണിസം ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് പോസ്റ്റ് മോഡേണിസം എന്നുള്ളത് ഈ പറഞ്ഞ സോഷ്യോളജിക്കകത്തും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ സമൂഹത്തെ കുറിച്ചുള്ള പഠനം ഇന്റർഡിസിപ്ലിനറി ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ സോഷ്യോളജി, ഹിസ്റ്ററി എന്നൊക്കെ വേറെ വേറെ പേരിട്ടിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള ഉള്ളടക്കം ആൾറെഡി ഇന്റർഡിസിപ്ലിനറി ആയി കഴിഞ്ഞു. അതിനെ ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം പുതിയ ഗവേഷകർ അത്തരം ഈ ചുമരുകളെയൊക്കെ ഇടിച്ചു തകർത്ത് യാഥാർത്ഥ്യത്തിന്റെ സങ്കീർണതകളിലേക്ക് സ്വയം സഞ്ചരിക്കുന്ന പോരാളികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ പുതിയ ഗവേഷണത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കീവേഡ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൂടി പറഞ്ഞാൽ നിർത്താം. അതായത് ഒരു താക്കോൽ വാക്ക്, ഇപ്പൊ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന ഒരു താക്കോൽ വാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഹിസ്റ്ററി ഉണ്ട്, അതിനകത്ത് സൈക്കോളജി ഉണ്ട്, അതിനകത്ത് ഈ പറഞ്ഞ സോഷ്യോളജി, ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യോളജിക്കൽ എലിമെന്റ്സ് ഉണ്ട്, ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അങ്ങനെ പല വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കവലയാണ് ഹ്യൂമിലിയേഷൻ എന്ന വാക്ക്. അപ്പൊ ആ വാക്ക് നിങ്ങൾ എത്രമാത്രം സമഗ്രമായി മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ ഗവേഷണത്തിന് യാഥാർത്ഥ്യത്തെ കുറെ കൂടി അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന അർത്ഥം അതാണ്. അപ്പൊ നേരത്തെ കർത്തൃത്വം എന്നുള്ള വാക്ക്, സബ്ജക്ടിവിറ്റി എന്നുള്ള വാക്ക്, അത് ഭാഷയിലൂടെ ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ് ഭാഷാശാസ്ത്രമായിട്ടും ഭാഷയായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ആഖ്യാന വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അധികാരഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് സോഷ്യോളജി, ഹിസ്റ്ററിയും ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ കടന്നു വരുന്ന ഒരു ബഹുസ്വരമായ, അതാണ് പോളിഫോണിക് ആയ ഒരു 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 ജനങ്ങളിലാണ്. ജനനിബിഡമായ ദന്തഗോപുരം മുമ്പ് രാജീവ് മാഷ് ഒരു 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 പുസ്തകത്തിന് പേരിട്ടുണ്ട്. അപ്പൊ അതേപോലെ ജനനിബിഡമായ പല മനുഷ്യർ, പല കാലങ്ങളിലുള്ള പലതരം മനുഷ്യർ ഒരുമിച്ച് സംസാരിക്കുന്ന ഒന്നാണ് ഈ കീവേഡ് എന്ന് പറയുന്നത്. അതിനകത്തു നിന്ന് പല ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കാം. അങ്ങനെ പല ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾപ്പിക്കുന്നതാണ് താക്കോൽ വാക്ക് എന്ന് പറയുന്നത്. ഈ താക്കോൽ വാക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കവിത, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് രതീഷ് ശങ്കരൻ വൈലോപ്പിള്ളിയെ പറ്റിയ ഒരു ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അപ്പൊ അത് വായിച്ചിട്ട് ഒരു പഴയ ഒരു മലയാളം മാഷ് എന്നോട് പറഞ്ഞു, എന്തൊക്കെയാണ് ഇപ്പൊ ഈ വൈലോപ്പിള്ളി കവിതനെ പറ്റി പുതിയ ആൾക്കാർ എഴുതുന്നത് എന്ന് ഒരു പരാതി പറഞ്ഞു. വാസ്തവത്തിൽ രതീഷ് അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു 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 വിജ്ഞാന പദ്ധതിയുണ്ട്. വാസ്തവത്തിൽ കവിതയായിട്ട് വായിക്കുകയല്ല രതീഷ് ചെയ്യുന്നത്. വൈലോപ്പിള്ളിയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിലും അതൊരു സോഷ്യോളജി പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ആന്ത്രോപോളജി ഒക്കെ പഠിക്കുന്ന പോലെ ആ നിലയ്ക്കാണ്, അതിനൊരു ജ്ഞാന വിഷയം എന്ന നിലയ്ക്കാണ് വൈലോപ്പിള്ളി കവിതയെ കാണുന്നത്. അതിനൊരു സൗന്ദര്യാത്മക സൃഷ്ടിയായിട്ട് ആസ്വദിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൽ നിന്ന് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്രപരവും സാമൂഹികമായിട്ടുള്ള അതിന്റെ ഡയമെൻഷൻസ് എന്താണെന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥി ചെയ്യുന്ന അതേ പണി തന്നെയാണ് വേറൊരു രീതിയിൽ സാഹിത്യത്തിനകത്ത് സാഹിത്യ ഗവേഷകരും ചെയ്യുന്നത്. ഇത്തരം ഗവേഷണ പദ്ധതികളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി ഇപ്പോൾ ഉള്ള വലിയൊരു പരാതി എന്താണെന്ന് വെച്ചാൽ സാഹിത്യ വിമർശനമൊക്കെ ഇല്ലാതെയായി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ സാഹിത്യ വിമർശനം ഒന്നും ഇല്ലാതാവല്ല ചെയ്തത്. സാഹിത്യ വിമർശനം സാംസ്കാരിക വിമർശനമായി തീരുന്നതോടെ സാഹിത്യം ഒരു ജ്ഞാനമണ്ഡലമാണെന്നും മനുഷ്യന്റെ സവിശേഷമായ ഒരു ചിന്താരൂപമാണ് സാഹിത്യമെന്നും അതും ഈ പറഞ്ഞ പോലെ അറിവാണ് ഉത്പാദിപ്പിക്കുന്നതെന്നും അത് കേവലം ആസ്വാദനത്തിന്റെ ഒരു സങ്കല്പം മാത്രമല്ല, ആസ്വാദനം പോലും പ്രത്യയശാസ്ത്രപരാണെന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാലത്ത് നമ്മള് ഈ കേവലതകളിൽ നിന്ന്, അമൂർത്തതകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ മൂർത്തതയിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് അന്തർവൈജ്ഞാനികതയുടെ പ്രത്യേകത. ആ അർത്ഥത്തിൽ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാം ഇന്ന് അതിന്റെ ശീഘ്രഗതിയിൽ നിൽക്കുന്ന ഗവേഷകരാണ്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഗവേഷണം കൂടുതൽ മൗലികമായി തീരാൻ ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട ഈ അവതരണം ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ ഗംഭീരമായി മാഷ് വിഷയത്തെ സംസാരിച്ചു. വലിയ സന്തോഷം. മാഷ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടാവാം. അത്തരം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉള്ളവരാണെങ്കിൽ മെസ്സേജ് ബോക്സിൽ മെസ്സേജ് ആയിട്ടോ സംശയങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ആവാം.
ഒരു സംശയം ചോദിക്കട്ടെ, കേക്കണ്ടോ? ടീച്ചറെ കേൾക്കുന്നുണ്ട്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള 1-2 മികച്ച ഇന്റർഡിസിപ്ലിനറി റിസർച്ചുകളെ ഒന്ന് പരിചയപ്പെടുത്താം. അനിൽ മാഷ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള മികച്ച 1-2 അങ്ങനെ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാവുന്ന. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നല്ല പ്രഭാഷണമായിരുന്നു, വളരെയധികം സന്തോഷം കേട്ടിട്ട്. താങ്ക് യു. ഇനി വല്ലതുണ്ടോ? പറഞ്ഞു. ചോദ്യമൊന്നുമില്ല, വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സംഭവം കേട്ടത്. കാരണം പകുതിയായിട്ട് ഞാൻ കയറിയത്, അതുകൊണ്ട് ചോദ്യമായിട്ടില്ല. പിന്നെ മാഷ നേരിൽ കാണുമ്പോൾ ഉള്ള സംശയങ്ങൾ ഞാൻ ചോദിച്ചോളാം. വളരെ സന്തോഷം മാഷ് ഇങ്ങനെ ഇത്രയും സമയം എടുത്ത് ഒരു വിഷയം അവതരിപ്പിച്ചത്. സന്തോഷം. വേറെ ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് സുനിത ടീച്ചർ പറഞ്ഞത് എന്റെ ഓർമ്മയില് പല തീസിസുകളും വാസ്തവത്തിൽ അങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്കിലും അതിലെ പിന്നെ ഈ അന്തർവൈജ്ഞാനിക സ്വഭാവമുള്ള മിക്കവാറും എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളും ഇപ്പോ അന്തർവൈജ്ഞാനിക സ്വഭാവമുള്ള ഗവേഷണ പ്രബന്ധങ്ങളാണ്. പക്ഷേ അതില് ഇപ്പൊ നേരത്തെ പറഞ്ഞ മികച്ച പ്രബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ പ്രബന്ധങ്ങളും ഏതാണ്ട് ആ ഒരു മേഖലയിൽ നിൽക്കുന്നതാണെങ്കിലും അതിന് മികവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ നന്നായില്ല പ്രബന്ധം എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നതിന്റെ ഒരു കാരണം ഈ താക്കോൽ വാക്കുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ താക്കോൽ വാക്കുകളിലുള്ള ഒരു വ്യക്തത പലപ്പോഴും കൈവരിക്കാത്തത് കൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പോവാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പറ്റുന്നില്ല. അവരതിന്റെ വക്കത്ത് നിൽക്കുകയാണ്. അത് എന്ന് കുറെ കൂടി ആഴത്തിലേക്ക് പോകണമെങ്കിൽ അവരുടെ സങ്കല്പനപരമായ ഒരു ക്ലാരിറ്റി അവർക്ക് വന്നു കഴിഞ്ഞാല് അതിനനുസരിച്ച് ഡാറ്റയുടെ ആഴങ്ങളിലേക്ക് അവർക്ക് പോവാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു പരിമിതി മൂലമാണ് പല പ്രബന്ധങ്ങളും ഈ പറഞ്ഞ സംസ്കാര പഠനത്തിന്റെ അന്തർവൈജ്ഞാനികതയുടെ ഒക്കെ മേഖലയിൽ നിൽക്കുന്നതാണെങ്കിലും ഒരു മികച്ച പ്രബന്ധം എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നത്. എങ്കിലും ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ കണ്ടിട്ടുള്ള പല പ്രബന്ധങ്ങളിലും ഈ ഒരു പിന്നെ എന്താണ് ഒരു അന്തർവൈജ്ഞാനികതയുടെ സൂക്ഷ്മതയുള്ള പ്രബന്ധങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അതൊരു പ്രബന്ധം, ഒരു പുസ്തകം എന്നുള്ളതിനേക്കാൾ നമ്മുടെ KV ദിലീപ് കുമാർ മധ്യകാല കവിതയെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ. ഞാൻ അതിനൊരു അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഈ അടുത്ത് വന്നിട്ടുള്ള മണിപ്രവാളത്തിന്റെ ഈ അകങ്കാഴ്ചകൾ എന്നുള്ള അത് ശരിക്കും ഒരു പിന്നെ അന്തർവൈജ്ഞാനിക സ്വഭാവമുള്ള ഐക്കണോഗ്രാഫി, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ഹിസ്റ്ററി എല്ലാം കടന്നു വരുന്ന വളരെ അന്തർവൈജ്ഞാനികമായ ഒരു പിന്നെ പഠനമാണ് KV ദിലീപ് കുമാറിന്റെ ഈ മധ്യകാല മണിപ്രവാളത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു കുട്ടികൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ഒന്നാണ് അത്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്തുള്ള പിന്നെ ഈ സങ്കല്പനങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട്, പ്രത്യേകിച്ചും അദ്ദേഹം സാഹിത്യത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ രൂപം, ഭാവം, ആ രണ്ട് കൺസെപ്റ്റുകളും അദ്ദേഹം വളരെ പിന്നെ സൂക്ഷ്മമായി പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രൂപത്തിന്റെ ചരിത്രത്തിലേക്കൊക്കെ അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഇതിന്റെ ഉള്ളടക്കത്തിൽ ഒതുങ്ങിയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുക. പകരം അതിന്റെ രൂപത്തെ കൂടി ഉൾപ്പെടുത്തുകയും അതിന്റെ കൂടി ചരിത്രപരതയിലേക്ക് പോകാൻ കഴിയുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതൊരു അന്തർവൈജ്ഞാനിക സ്വഭാവം, നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ റിഗറുള്ള ഒരു രാഷ്ട്രീയമായ സൂക്ഷ്മതയുള്ള ഒരു പഠനമായിട്ട് വാസ്തവത്തിൽ വരിക എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ
പിന്നെ റഫീഖിന്റെ അത് ഞാൻ അതിന്റെ ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ടും ഒക്കെ ആയിരുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവം സൂക്ഷിക്കുന്ന പിന്നെ ഒരു പിന്നെ പഠനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ സാഹിത്യത്തിന്റെ രൂപത്തെ കുറിച്ചൊക്കെയുള്ള ആലോചനകളാണ് റഫീഖ് അതിനകത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിനെ ആ രൂപം എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നതോടുകൂടി തന്നെ, ആ ഒരു താക്കോൽ വാക്ക് എടുക്കുന്നതോടുകൂടി തന്നെ അത് വളരെയധികം പിന്നെ അന്തർവൈജ്ഞാനികമായ മേഖലകളിലേക്ക് പോകാൻ ഗവേഷകനെ നിർബന്ധിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അതിലൊരു പരിധിവരെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്. അതുപോലെ നമ്മുടെ ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പറഞ്ഞതേ ഉള്ളൂ. ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാം, ഞാൻ കാണാത്ത എത്രയോ പ്രബന്ധങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽ വന്നത് സുനിത ടീച്ചർ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീകുമാറിന്റെ AG ശ്രീകുമാറിന്റെ ഈ പുസ്തകങ്ങൾ അച്ചടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ തീസിസ് ഞാൻ നോക്കിയ തീസിസാണ്. അതും എനിക്ക് ഇതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ തീസിസൊക്കെ ഞാൻ നോക്കി എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിൽ ഇത് പറഞ്ഞ ഒരു അന്തർവൈജ്ഞാനികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച പിന്നെ ശ്രീകുമാർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ മാത്രമല്ല, അതുപോലെ ചരിത്രത്തിലേക്കും ഭാവുകത്വത്തിലേക്കും അത് പിന്നെ അങ്ങനെ ആ ഒരു പുസ്തകത്തെ അതിന്റെ ഉൽപാദനം, അതിന്റെ വായന, അതിന്റെ നിർമ്മാണം, അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ എഴുത്ത്, അങ്ങനെ ആ എഴുത്ത്, വായന, പിന്നെ അതിന്റെ അച്ചടി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലേക്കും ഒരുമിപ്പിച്ച് സംഗ്രഹിക്കും. അതോടുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ കുട്ടികൾ ഈ അച്ചടിയുടെ ഇതിനെപ്പറ്റിയും സാഹിത്യോത്സവങ്ങളെ പറ്റിയും ഒക്കെ ഗവേഷണം ചെയ്യുന്ന പുതിയ കുട്ടികൾ കുറെ ഉണ്ട്. അതിന്റെ ഒക്കെ ഒരു തുടക്കത്തിലെ ഈ ശ്രീകുമാറിന്റെ പോലുള്ള തീസിസ് വലിയ പിന്നെ പ്രേരണ ചെലുത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിലതൊക്കെയാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇനിയും ഞാൻ കാണാത്ത എത്രയോ പ്രബന്ധങ്ങൾ പെട്ടെന്ന് എന്റെ കണ്ടതാണെങ്കിൽ ഓർമ്മയിലേക്ക് വരാത്തതും ഒക്കെ ഉണ്ടാവാം. ഒരു ചോദ്യത്തിന് ഒരു തൽക്കാലം ഒരു ഉത്തരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ ഏക മാതൃകകൾ എന്ന് ദയവേത് വിചാരിക്കരുത്. ഏതായാലും നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതെ, അതൊന്ന് നോക്കാം. സബ്ജക്റ്റീവ് ഡാറ്റ ഉപയോഗിച്ച് പഠനം നടത്തുമ്പോൾ വാലിഡേഷൻ ഒരു പ്രശ്നമാവില്ലേ? അത് പൂർണ്ണമായി ശരിയെന്നോ തെറ്റെന്നോ ആർക്കെങ്കിലും വിധിക്കാൻ കഴിയുമോ? ഇവിടെ ഞാനത് ഈ സബ്ജക്ടിവിറ്റി ഒബ്ജക്ടിവിറ്റി ശരിക്കും വേറെ തന്നെ പറയേണ്ട ഒരു വിഷയമാണ്. അത് പിന്നെ തൽക്കാലം ഞാൻ അതിന്റെ ആ തരത്തിലുള്ള വളരെ അതിന്റെ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷൻ പറഞ്ഞാലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. അതിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം പറയാം. ഈ നമ്മൾ സാധാരണ പറയുന്ന സോക്കാൾഡ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സങ്കല്പവും ഈ ആത്മനിഷ്ഠം എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാണ്, അപ്പൊ നമ്മള് എന്റെ ഒരു ഡാറ്റ, നേരത്തെ പറഞ്ഞ എന്റെ ഓർമ്മ അല്ലെങ്കിൽ എന്റെ ഒരു അനുഭവം ആണ്. അപ്പൊ അനുഭവം വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താണ് ഈ ഡാറ്റയായിട്ട് നമ്മുടെ പഠന മേഖല, പ്രത്യേകിച്ച് ഫെമിനിസം, ഈ പറഞ്ഞ ഫെമിനിസം, ദളിത് പഠനം, ഇതൊക്കെ തന്നെ ഇന്റർ ഡിസിപ്ലിൻ, അത് അതിന്റെ ആ വിഷയ മേഖല തന്നെ ഇന്റർ ഡിസിപ്ലിനറിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് പല പഠനവും, ഈ ട്രോമ സ്റ്റഡീസ് ഒക്കെ പലതും ഉണ്ടാവും. അപ്പൊ അവിടെ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ഡാറ്റ അല്ല വാസ്തവത്തില് നമ്മൾ അവിടെ പഠിക്കുന്നത്, അതാണ് അതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ആയുള്ള ഗുണം എന്താ വെച്ചാൽ അതൊരു ഡയലോജിക്കൽ ആണ്. അപ്പോ നമ്മൾ സാധാരണ പറയല്ലോ, ഇപ്പൊ പുതിയ കാലത്ത് സർജറി ഒക്കെ നടത്തുമ്പോൾ പല ഡോക്ടർമാര് പിന്നെ ഒരുമിച്ച് ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നിഗമനത്തിലെത്തുന്നു എന്ന് പറയുന്ന പോലെ ഈ ഇന്റർ ഡിസിപ്ലിനറി ആവുന്നതോടുകൂടി തന്നെ ഈ സോക്കാൾഡ് ആത്മനിഷ്ഠം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നതിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ആ ഡയലോഗാണ് ആ പലതരം ഡിസിപ്ലിനുകളെ, അതിനെ ആ അനുഭവം, ഒരാളിൽ നിന്ന് ശേഖരിച്ച അനുഭവത്തെ പലതരം ഡിസിപ്ലിനറി പാരഡൈംസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അയാൾ പറഞ്ഞ ഡാറ്റ ശരിയോ തെറ്റോ എന്ന് വിശദീകരിക്കലല്ല വാസ്തവത്തിൽ ഗവേഷണം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് നമ്മളൊരു അറിവ് ഉൽപ്പാദിപ്പിക്കുക. ആ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പഴയ രീതിശാസ്ത്രം, മറ്റേ ക്വാണ്ടിറ്റേറ്റീവ് ഒന്നും വെച്ചാൽ അനുഭവത്തിൽ നിന്നൊന്നും കിട്ടാനില്ല. പക്ഷെ ഈ പറഞ്ഞ ഇന്റർ ഡിസിപ്ലിനറി ആവുന്നതോടുകൂടി നിങ്ങൾക്ക് ആ പറയുന്ന ആളുടെ സബ്ജക്ടിവിറ്റി,
അയാളുടെ നേരത്തെ പറഞ്ഞ എന്താണ് ഭാഷ, അയാൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ സ്വഭാവം, അയാൾ ഐഡന്റിഫൈ ചെയ്യുന്ന എന്തിനോടാണ് എന്നിങ്ങനെയുള്ള പല പല ഘടകങ്ങളിലേക്കാണ് നമ്മൾ സത്യത്തിൽ അയാളുടെ അനുഭവത്തിൽ നിന്ന് അയാളിലേക്കും അയാളിൽ നിന്ന് അയാളെ രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്ര ഘടകങ്ങളിലേക്കും ഒക്കെയാണ്. അങ്ങനെയാണ് ഈ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്കൊക്കെയാണ് നമ്മൾ പോണത്. അപ്പൊ അത് ആ ഡയലോഗ് എത്രമാത്രം സൂക്ഷ്മതയുള്ളതായി തീരുമോ അത്രമാത്രം എന്താണ് ഡാറ്റ നമുക്ക് പ്രയോജനപ്പെടും. അല്ലാണ്ട് ഡാറ്റ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ട ഒരു വിഷയം വാസ്തവത്തിൽ ഇത്തരം പഠനങ്ങളില്ല. ഒരാൾ പറഞ്ഞത് കളവാണെങ്കിൽ, ഒരാൾ തെറ്റായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. നമ്മൾ പലതരം ഡാറ്റകൾ ശേഖരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കാസ്റ്റിനെ പറ്റിയുള്ള ഒരു സമൂഹത്തിൽ പഠിക്കുമ്പോൾ ഈ കാസ്റ്റിന്റെ ആനുകൂല്യം എന്താണ് അൺഡ്യൂ എന്ന് പറയില്ലേ, അവരെ അനർഹമായ അവരുടെ ആനുകൂല്യം അനുഭവിച്ചവരും അതിന്റെ പീഡനം അനുഭവിച്ച ആളുകളും പറയുന്ന കഥകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ അതില് നമ്മൾ എങ്ങനെയാ അത് വാലിഡേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ എല്ലാവരിൽ നിന്നും ആ ഡാറ്റ കളക്ട് ചെയ്യണം, എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യണം. എന്നിട്ട് ആ ഡാറ്റയെ ഒരുമിച്ച് വെച്ചിട്ട് അതിനെ ഡയലോജിക്കലായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ വാസ്തവത്തിൽ ശ്രമിക്കുന്നത്. അപ്പൊ ഡാറ്റകൾ തമ്മിലുള്ള ഡയലോഗ്, മെത്തഡോളജികൾ തമ്മിലുള്ള ഡയലോഗ്, ആ ഡയലോഗിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അതിൽ നിന്ന് വസ്തുനിഷ്ഠമായ ഒരു ജ്ഞാനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. പിന്നെ ഈ ആത്മനിഷ്ഠത, വസ്തുനിഷ്ഠത എന്നൊക്കെ പറയുന്നത് തന്നെ എത്രമാത്രം പ്രശ്നമുള്ളതാണെന്നുള്ളത് വേറെ വളരെ കുറേ കൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, പിന്നീട് പറയാം. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഒരു സംശയമാണ്. അനിൽ മാഷിന്റെ തീസിസ് വാല്യൂ ചെയ്തുകൊണ്ട് വത്സലം വധശ്ശേരി മാഷ് പറയണ്ടായി അതിന് ഓപ്പൺ ഡിഫൻസ് കൂടാതെ തന്നെ PhD കൊടുക്കാം, അത്ര മികച്ച തീസിസ് ആണ്, സാറ് കണ്ടതിൽ ഏറ്റവും മികച്ച തീസിസുകളിൽ ഒന്നാണെന്നൊക്കെ മാഷ് പേഴ്സണലി ഒരിക്കൽ പറയണ്ടായി. അപ്പോ ഈ ഒരുപാട് കാലം നല്ല മികച്ച ഗവേഷകർ ഒരുപാട് PhD തീസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത കാണുന്ന രീതിയിൽ ഒറ്റ ചോദ്യം കുട്ടികൾക്കും എനിക്ക് വേണ്ടിയിട്ടാണ്. ഈ മലയാള ഗവേഷണം, മലയാളമാണല്ലോ നമ്മുടെ പൊതുവിൽ ഏരിയ, ഗവേഷണം അല്ലെങ്കിൽ സമകാലത്ത് കേരളത്തിൽ നടക്കുന്ന ഹ്യൂമാനിറ്റീസ് റിസർച്ച് ഒരു പൊതു പരിമിതികൾ എന്താണെന്നും കൂടി ഗവേഷകർ പുതുതായിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഗവേഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, എന്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രധാനമായി കരുതേണ്ടതെന്നും കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ സന്തോഷം. അല്ല, അതിലിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടികളെല്ലാവരും എടുക്കുന്നത് ഈ ഇന്റർ ഡിസിപ്ലിനറി ആയ വളരെ പുരോഗമനപരമായ വിഷയങ്ങളാണ്, അതിൽ യാതൊരു സംശയവും തർക്കമില്ലേ. പക്ഷേ ആ എടുക്കുന്ന ആ വിഷയത്തിനോട് നീതി പുലർത്തുന്ന വിധത്തിൽ ദത്തശേഖരണം, അതുപോലെ തന്നെ അതിനകത്ത് നേരത്തെ പറഞ്ഞ ഈ താക്കോൽ വാക്കുകളെ കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള ധാരണ, ഇത് രണ്ടും വളരെ വളരെ പരിമിതമാണ് നമ്മുടെ കുട്ടികൾക്ക്. അതിനുള്ള ഒരു കാരണം ഈ താക്കോൽ വാക്കുകളുടെ കാര്യത്തിൽ വാസ്തവത്തിൽ അവരുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളമൊക്കെ പഠിക്കുന്ന കുട്ടികള്, അവർ ഈ മലയാളം പുസ്തകങ്ങളൊക്കെ വായിച്ച് ശീലിച്ചു വരുന്ന കുട്ടികളായിരിക്കും. അവര് അതില് ഈ കുറെ കൂടി നമുക്ക് ആഗോളതലത്തിൽ തന്നെ ഇത്തരം മേഖലകൾ, ഇപ്പൊ നമ്മള് ഇവിടുത്തെ ദളിത് സാഹിത്യമാണ് പഠിക്കണമെങ്കിൽ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ മലയാളത്തിൽ മാത്രമല്ല അത് പഠിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷിലൊക്കെ ധാരാളം തീസിസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വിദ്യാർത്ഥി അവളുടെ ഗവേഷണത്തിന് വേണ്ടി ഈ ദളിത് ബ്ലാക്ക് ലിറ്ററേച്ചറിന്റെ ഒരു താരതമ്യ പഠനം എന്ന പോലെ ഒരു സംഗതി ആലോചിച്ചപ്പോ ആ മേഖലയിൽ തന്നെ ധാരാളം പഠനങ്ങൾ ഇംഗ്ലീഷിലൊക്കെ വന്നു കഴിഞ്ഞിരിക്കും. അപ്പൊ അതുമായിട്ടുള്ള ഒരു പരിചയം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക്, ഈ പൂർവ്വ പഠനങ്ങളുമായിട്ടുള്ള പരിചയം, അത് മലയാളത്തിലുള്ള കുറച്ച് പുസ്തകങ്ങളോ ലേഖനങ്ങളോ മാത്രമേ അവർ നോക്കാറുള്ളൂ. അതിനോട് സമാനമായ അതേ വിഷയ മേഖലയിൽ ചിലപ്പോൾ പൂർവ്വപഠനം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിന് സമാനമായ അതേ താക്കോൽ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ഗവേഷണങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്കില്ല. അതിപ്പം മലയാളത്തിലാണ് അവർ ഗവേഷണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവര് മലയാളത്തിൽ മാത്രമേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവൂ എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് വാസ്തവത്തിൽ മറ്റു ഭാഷകൾ നമുക്ക് അറിയില്ല.
എങ്കിലും ഇന്ന് ലോകത്ത് നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു മീഡിയേഷൻ, അതിന്റെ ഒരു മധ്യസ്ഥത്തിൽ നിൽക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അപ്പൊ അത് പിന്നെ ആയിട്ടുള്ള ഒരു പരിചയത്തിന് ഈ ഗവേഷണം നിർവഹിക്കുന്ന കുട്ടികൾ തയ്യാറാവണം. അപ്പൊ നമ്മള് അവർക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് 10-14 കൊല്ലമൊക്കെ നമ്മൾ പഠിച്ച ഭാഷയാണ്. പിന്നെ ഇത് ഇപ്പൊ ഈ ChatGPT എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഏതൊരാൾക്കും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിനൊക്കെയുള്ള ബുദ്ധിയും കഴിവുള്ള കുട്ടികളാണല്ലോ ഈ JRF-ഉം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസും ഒക്കെ എഴുതി വരുന്ന കുട്ടികളൊന്നും മോശക്കാരായ കുട്ടികളല്ല. പക്ഷെ അങ്ങനെയുള്ള അതിന് പക്ഷെ ഒരു തയ്യാറെടുപ്പ് ആവണം എന്നൊരു തോന്നൽ ഉണ്ടായാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒരു കഴിവിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഡാറ്റ ശേഖരിക്കലാണ്. അത് പിന്നെ നമ്മുടെ ഗവേഷണത്തിന് ഇപ്പൊ സിനിമയൊക്കെ പഠിക്കുന്ന കുട്ടികള്, ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്ത് സിനിമാ പഠനത്തിൽ ഏറ്റവും നല്ലൊരു മാതൃക തസ്ലീന എന്ന് പറയുന്ന ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആസാദിന്റെ കൂടെ PhD ചെയ്തിട്ട് ആ കുട്ടിയുടെ പുരസ്കാരത്തിന് വന്നപ്പോൾ ഞാൻ ആ ജഡ്ജിങ് കമ്മിറ്റിയിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അവളെ MA-ക്ക് പഠിപ്പിച്ച ആ കുട്ടിയുടെ സിനിമാ പഠനം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നാൻ കാരണം അയാളത് ഈ സിനിമയുടെ ഒരു ചലച്ചിത്ര ഭാഷ അയാൾ ഫോളോ KG ജോർജിന്റെ സിനിമ ചലച്ചിത്ര ഭാഷ. അത് സാധാരണയിലേക്ക് നമുക്ക് എന്നെ പോലെ ഒരാൾക്കൊന്നും അറിയുന്ന ഒരു മേഖലയല്ല ഈ ഫിലിമിന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സിനിമയെ പറ്റി പഠിക്കുമ്പോൾ ഉള്ളടക്കം വെച്ചിട്ടാണ് പഠിക്കും. സാഹിത്യമാണെങ്കിലും അതിന്റെ കഥ വെച്ചാണ് പഠിക്കും. എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സാഹിത്യം ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, സിനിമ പഠിക്കുന്ന കുട്ടികൾ, നാടകം പഠിക്കുന്ന കുട്ടികൾ, അവരൊക്കെ അതിന്റെ ഫോമിനെ നല്ലോണം ശ്രദ്ധിക്കണം. അത് വേറൊരു വിഷയമാണ്. അത് നമ്മളെ ഇപ്പൊ എന്താണ് സാധാരണ നമ്മൾ തമാശയായിട്ട് റഷ്യൻ വിപ്ലവം കഥകളിയായിട്ട് അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പണ്ട് നമ്മുടെ പിന്നെ ഈ ഈയങ്കോട് ശ്രീധരൻ മാഷ് അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം വാസ്തവത്തിൽ ഉണ്ടാവില്ല. കാരണം കഥകളി എന്ന് പറയുന്ന ഒരു ഫോമാണ്. ആ ഫോമിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തിന് ചില സവിശേഷതകളുണ്ട്. അതിൽ ഇന്നത് മോശം ഇന്നത് നല്ലതെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ഫോം എന്നുള്ള എനിക്ക് നാടകത്തിന്റെ ശേഷിയും കഥകളിയുടെ ശേഷിയും രണ്ടാണ്. ഒന്നിന്റെ സൂക്ഷ്മതയും മറ്റേതിന്റെ സൂക്ഷ്മതയും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ രൂപത്തിന്റെ ഒരു രാഷ്ട്രീയവും അതിന്റെ ചില ചരിത്രപരതയിലേക്കൊക്കെ പോവാൻ നമ്മുടെ കുട്ടികൾ പലപ്പോഴും അപ്പൊ നോവലിനെ പറ്റി പഠിക്കുന്ന കുട്ടികൾ നോവലിന്റെ ഫോമിൽ ഒട്ടും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ശരിക്കും പിന്നെ പഠിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾ. അതാണ് അതിലേക്ക്. അപ്പൊ അതാണ് ഞാൻ ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഉള്ളടക്കത്തിന് ചില സന്ദർഭങ്ങളും കഥകളും ഒക്കെ എടുത്ത് അങ്ങോട്ട് കഥ പറഞ്ഞു പോവുക മാത്രമല്ലാതെ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ എഴുതുന്ന പ്രോസസ്സ്, ആ വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതിയുടെ ആ പ്രോസസ്സ്, അതിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫോമിനെ നല്ലോണം പഠിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ നിലയ്ക്ക് സാഹിത്യ പഠനം സുനിത ടീച്ചർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. ഈ തരത്തിൽ നമ്മുടെ മലയാള ഗവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിമിതികൾ അതിന്റെ ഈ ദത്തശേഖരണത്തിൽ അത് പലപ്പോഴും വളരെ പരിമിതമായ ഒരു തലത്തിൽ നിൽക്കുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ താക്കോൽ വാക്കുകളെ മനസ്സിലാക്കുന്നതിൽ അത് വളരെ പലപ്പോഴും അതിന്റെ സങ്കീർണതകൾ അനുഭവിക്കുന്നു. മറ്റൊന്ന് അതിന്റെ ഈ പറഞ്ഞ പൂർവ്വ പഠനങ്ങളെ ആഗോളതലത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുട്ടികൾ നേരിടുന്ന പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഗൈഡ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന മട്ടിൽ പറയാറുണ്ട്. അതിനോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പില്ല. കാരണം ഇതൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായി വരേണ്ടതാണ്. അതിനാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഈ കുട്ടികളുടെ ഈ പഠന ഇതൊക്കെ നല്ല സംരംഭമാണ്. ഞങ്ങളൊന്നും പഠിക്കുന്ന അല്ലേ, സുനിതയ്ക്കൊക്കെ അറിയാലോ, നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഒരു കലക്ടിവിറ്റി ഒന്നും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടില്ല. ഈ ഒരു യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുന്ന ആളും മറ്റേയാളും തമ്മിലൊന്നും കാണാറില്ല, നമ്മളൊന്നും അറിയാറില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ വന്നോണ്ട് നമ്മളെ കുട്ടികളൊക്കെ അതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ആ അർത്ഥത്തിൽ ഈ ധീരജിന്റെ പേരിലുള്ള ഈ ഒരു പഠന സംഘ കേന്ദ്രമൊക്കെ നന്നായി. ഇപ്പൊ നമ്മളെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു കോൺക്ലേവ് നടക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല സംരംഭങ്ങളാണ്. കാരണം അതിലൂടെ നിങ്ങൾക്ക് ഈ പല മേഖലകളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മളൊരു കളക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ, ഇപ്പോ ഞാൻ ഈ സ്ലേവറിയെ കുറിച്ച് നോക്കിയ ഒരാളാണെങ്കിൽ മറ്റൊരിടത്തിരിക്കുന്ന ഒരാൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഷെയറിങ് വളരെ പ്രധാനമാണ് ഗവേഷണത്തിൽ. ഈ ഒറ്റയ്ക്കല്ല അതൊന്നും ചെയ്യേണ്ടത്, നമ്മളൊരു സംഘമായിട്ടാണ് ഇത് പ്രവർത്തനങ്ങൾ. അപ്പൊ അതിനാണ് നമ്മൾ സെമിനാറിൽ സീരിയസ് ആയിട്ട് പങ്കെടുക്കുകയും കേൾക്കുകയും അപ്പൊ അയാൾ വായിച്ചത് എന്താണെന്ന് അറിയുകയും അയാൾ പറയുന്ന ചില റെഫറൻസിലേക്ക് നമുക്കും പോകാൻ പറ്റുകയും അങ്ങനെ ഒരു കളക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതില് പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഇത് മുഴുവൻ ഇപ്പൊ ഒരു ഗൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ
ഇരുത്തി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടൊന്നും ഇപ്പൊ നടക്കണമെന്നില്ല. പക്ഷെ ആ തരത്തിലുള്ള കളക്ടിവിറ്റികൾ നമ്മളെ മലയാളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ കുറവാണ്. അത് ഒന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ധാരാളം മലയാള ഗവേഷണം കേരളത്തിലുടനീളം നടക്കുന്നുണ്ടെങ്കിലും ഒരേ ഡിപ്പാർട്ട്മെന്റില് പരസ്പരം കുട്ടികൾ എന്താ ചെയ്യണമെന്ന് പോലും അറിയാതെയാണ് അവരെ പിയർ ഗ്രൂപ്പ് രൂപീകരണം വളരെ പരിതാപകരമാണ്. ഇത്തരം ചില കാര്യങ്ങളാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ജിനു, ഇനി കൂടുതലില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ട്. മാഷ് ഈ വിഷയത്തിൽ അന്തർവൈജ്ഞാനികതയും സമകാലിക ഗവേഷണം എന്ന വിഷയത്തിൽ അതിഗംഭീരമായി തന്നെ സംസാരിച്ചു. അതിലേറെ സന്തോഷം പ്രൊഫസർ സുനീത ടീച്ചറിന്റെ ഒക്കെ സാന്നിധ്യമാണ്. ഡോക്ടർ ശുഭ ടീച്ചറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഡോക്ടർ രതീഷ് മാസ്റ്റർ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ പങ്കെടുത്ത മുഴുവൻ ഗവേഷകരും പൂർണ്ണ സമയത്തും വലിയ ശ്രദ്ധയിലും താല്പര്യത്തിലും തന്നെ ഇരുന്നു. എന്തായാലും ഇതില് ഈ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ പങ്കെടുക്കാൻ പറ്റാഞ്ഞവർക്ക് വേണ്ടി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ഈ ക്ലാസ്സുകൾ ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതിനൊരു ഫോളോ അപ്പ് കൂടെ ഉണ്ടാവും. എന്തായാലും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പിന്നെ അനിൽ മാഷ് ഈ സെഷൻ കൈകാര്യം ചെയ്തു. ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ഗവേഷകരുടെയും അധ്യാപകരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളുടെ പ്രഭാഷണ പരമ്പരയുടെ അടുത്ത പ്രഭാഷണം അടുത്ത ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലും ഇന്ന് തന്നെ നൽകുന്നതായിരിക്കും. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.